നമുക്കറിയാം, കേരളത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് വലിയ മുന്നേറ്റത്തോടുകൂടി UDF അധികാരത്തിൽ വരികയാണ്. ഈ ഭരണമാറ്റങ്ങളിൽ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളിൽ ജനങ്ങൾക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ജനങ്ങളാണ് ഈ ഭരണം നിശ്ചയിക്കുന്നത്. നമുക്കറിയാം, ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഫ്രം ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സഭ, അതാണല്ലോ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുമാറ് പല സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഭരണമാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 12 വർഷത്തിന് മുൻപ് നമുക്കറിയാം, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നിന്ന് മോദിജി എന്ന് പറയുന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് തൻ്റെ പ്രസംഗങ്ങളും ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടാനിടയായി. ഒരു കാറ്റ് വീശുന്നതാണ്, അല്ലേ? കാറ്റ്, അങ്ങനെ പറയുന്നത്. കേന്ദ്രത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ കാറ്റ് വീശിയപ്പോൾ അതിൽ നിന്ന് BJP സർക്കാർ, പുതിയൊരു സർക്കാർ ഉണ്ടായി. കേരളത്തിൽ കാറ്റ് പ്രതികൂലമായി LDFന് വരികയും കാറ്റ് അനുകൂലമായി UDFന് വരികയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം, മുഴക്കം ഇത്രയും വലിയ വിജയം ഉണ്ടാവില്ല. എന്നാൽ ഇതിൽ നമുക്കൊരു ദൈവികമായ സന്ദേശം പഠിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഈ ഭരണം 10 വർഷം തുടർന്ന് പോകുന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഈ ഭരണം 10 വർഷം കേരളത്തിൽ കാണും. അതിനുശേഷം BJPയുടെ സാന്നിധ്യത്തിൽ അനിഷേധ്യമായൊരു ഭരണം കേരളത്തിൽ വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതായത് ഈ തുടർന്നുള്ള 10 വർഷം കേരളത്തിൽ UDF സർക്കാർ വരികയും അതിനുശേഷം പിന്നീട് BJPയുടെ സാന്നിധ്യത്തിലായിരിക്കും കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതെന്ന് എൻ്റെ മനസ്സ് ഈ ദിവസങ്ങൾ ആവർത്തിച്ച് പറയാനിടയായി. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവം ബൈബിളിൽ നിന്ന് ആധാരമാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഈ 2022 ഒരു ബൈ ഇലക്ഷൻ നടന്നല്ലോ. ആ ബൈ ഇലക്ഷനിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി VT സതീശൻ ഒരു പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ, അതേത് ഇലക്ഷൻ, PT തോമസിൻ്റെ, ഉമാ തോമസ് നിൽക്കുന്ന തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ ബൈ ഇലക്ഷനിൽ VT സതീശൻ ഒരു പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് ലിജോ തോമസ് എന്നതാണ്, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് ആത്മാവ് ഇടപെടുകയും VT സതീശനൊരു സന്ദേശം പറയുന്ന ഒരു വീഡിയോ ഞാൻ കേൾക്കാനിടയായി. അത് നേരത്തെ ഉള്ളതാണെങ്കിലും ഇപ്പോഴാണ് അതിന് പ്രാധാന്യമായിട്ട് അധികമായിട്ട് വ്യാപരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ 2022 ആ ബൈ ഇലക്ഷനിൽ VT സതീശനോട് ദൈവാത്മപ്രേരണമായി ആ ദൈവദാസൻ പ്രവചിക്കുന്ന പ്രവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, 100-ലധികം സീറ്റിലോടുകൂടി നിങ്ങൾ ഭരണത്തിൽ വരും, അനേക മന്ത്രിമാർ പരാജയപ്പെടും, മാത്രമല്ല VT സതീശന് ഒരു പ്രവാചകൻ്റെ ആത്മാവിനെ ഭാഗികമായി ദൈവം തരുന്നുണ്ട്, നിങ്ങൾ വാ തുറന്ന് ചില കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ പറയുന്ന അച്ചട്ടായിട്ട് നടക്കും എന്ന് ആ മനുഷ്യൻ പ്രവചിച്ചിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ വോട്ടെണ്ണുന്ന സമയത്തിൽ 24 നമ്മുടെ ശ്രീകണ്ഠൻ നായരും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചേർന്ന് പറയുമ്പോൾ 100 തികഞ്ഞ ഉടനെ അവർ വിളിച്ചു പറയുകയാണ്, എന്താ പറഞ്ഞ്, VT സതീശൻ ഒരു മനുഷ്യനാണോ അതൊരു പ്രസ്ഥാനമാണോ, ഒരു പ്രവാചകനാണോ എന്നുള്ളൊരു ആശ്ചര്യമായിട്ട് അവർ സംസാരിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നും സ്തുതിപാഠകനല്ല, നാളെ ഇതെല്ലാം മാറും. നിങ്ങളെ കയറിയാൽ നേരെ തിരിച്ചടിക്കുമെന്നുള്ളതാണ് സംഭവം.
അപ്പം നിഗളമാണ് മനുഷ്യൻ്റെ വീഴ്ചയ്ക്കും ഭരണത്തിനും മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബൈബിളിൽ അതിനാധാരമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭരണമാറ്റ സമയത്തിൽ ദൈവത്തിനൊരു പങ്കുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഉദ്യോഗം. ദൈവത്തിൻ്റെ ദാസന്മാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ നിയന്ത്രിക്കുന്നതായ ശക്തിയും ലൂസിഫറിൻ്റെ ശക്തിയേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതെല്ലാം. പി.ടി. സതീശൻ പറഞ്ഞല്ലോ, നിയോഗം, ദൈവനിയോഗം. എനിക്കും അങ്ങനൊരു ഇൻസ്പിറേഷൻ കിട്ടിയതുകൊണ്ടാണ് കഴിഞ്ഞ 2025 നവംബറിലാണെന്ന് തോന്നുന്നു ഇവിടെ വെച്ച് അതേ മുഖ്യമന്ത്രിയായിട്ട് വരും. തൻ്റെ പാർട്ടിയിൽ തന്നെ തനിക്ക് ഭൂരിപക്ഷം ഇല്ലാതെ വരുന്ന സ്റ്റേജാണെങ്കിലും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തെ കൊണ്ടുവരണം, അത് ദൈവനിയോഗമാണെന്ന് ഇങ്ങനൊരു വാക്ക് പറയാനിടയായി. പി.ടി. സതീശൻ വലിയ ആളായിട്ടല്ല, അല്ലെ പ്രവചിക്കുന്നത് പറയുന്നത് ഞങ്ങൾ വലുതായിട്ടല്ല, ദൈവം വലിയവനായതുകൊണ്ടാണ്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ആ ദൈവദാസൻ പി.ടി. സതീശനോട് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അത് അച്ചട്ടായിട്ട് നടക്കുന്നു. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ. അങ്ങനെയെങ്കിൽ ഈ കാറ്റ് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റം വരെ പാറശാല വരെയും ഈ കാറ്റിൻ്റെ ശക്തി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭരണമാറ്റങ്ങൾക്ക് മുൻപ് രാജാക്കന്മാർക്ക് വരുന്ന നിഗളങ്ങളാണ്. നിഗളത്തിൽ നിന്നാണ് ഈ വീഴ്ച സംഭവിക്കുന്നറിയാം. ബൈബിളുണ്ട്, നാശത്തിന് മുമ്പ് നിഗളം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവത്തെ സദൃശ്യമാക്കി നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. 14-15 കണ്ടുള്ളത്. അപ്പം നാശത്തിന് മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. അപ്പോൾ അങ്ങനെ നേതാക്കന്മാർ, ഭരണകർത്താക്കന്മാർക്ക് നിഗളം പ്രവേശിക്കുമ്പോൾ അത് ആത്മീയ കോളത്തിലായാലും ശരി ഭൗമിക കോളത്തിലായാലും ശരി അത് സംഭവിക്കുന്നു. അതിന് ഉദാഹരണമാണ് ഉസിയ രാജാവ്. ഇസ്രായേൽ രാജാവ് ഉസിയാവിന് നിഗളം പ്രവേശിച്ചപ്പോൾ അവൻ എന്ത് തോന്നിവാസം ചെയ്യാനും ഉത്സാഹത്തോടിരിക്കുകയാണ്. എല്ലാ പ്രമാണങ്ങളും ലംഘിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൽ തോന്നുന്നത് നടത്തിയെടുക്കുവാൻ വേണ്ടി അവൻ താല്പര്യപ്പെടുന്നതായിട്ട് കാണും. ചിലരവനെ തടസ്സം ചെയ്തു, പക്ഷെ അവൻ അംഗീകരിച്ചില്ല. തന്നെ തടസ്സം ചെയ്യുന്ന ഒരു ശത്രുവായിട്ടും അവരെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ആത്മാവാണ് നിഗളത്തിനുണ്ടാകുക. എന്നാൽ പിന്നീട് അവന് കുഷ്ഠം പോകുകയും അവൻ ജനങ്ങളുടെ മധ്യയിൽ തന്നെ കൊണ്ടുപോയി കുഷ്ഠരോഗികളുടെ പാളയത്തിൽ കൊണ്ടടിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, ആ നെബൂഖദ്നേസർ രാജാവ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടും ഇസ്രായേലിനെ ആ അടിമുടി തകർക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഒരു രാജാവ് കൂടിയാണ്. എൻ്റെ ദാസനായ നെബൂഖദ്നേസർ എന്നാണ് പറയുന്നത്. ആ നെബൂഖദ്നേസർ പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ അവിടെ നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിനാണ് തോന്നുക, അത് വായിച്ചാലും കൊള്ളാം. അവൻ്റെ സാമ്രാജ്യം വളർന്ന് അവനിങ്ങനെ ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്ന സമയത്തിൽ അവൻ്റെ ഹൃദയം നിഗളിച്ചു. അവനെന്താ പറയുന്നത്? ഞാൻ എൻ്റെ എത്ര 4 ദാനിയേലിൻ്റെ പുസ്തകം 4:30 വായിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രതാപത്തിനായിട്ടുണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ? വായിച്ചേ. അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കന്മാരായാലും മത നേതാക്കന്മാർ, ഇത് രണ്ടുമാണ് ഇതിൽ ലോകത്തിൽ വലിയ 2 ശക്തികൾ. നമുക്കറിയാം, ജനാധിപത്യവും മതേതരവും എന്നൊക്കെ പ്രസംഗിച്ചാലും ഈ അടുത്ത കാലത്ത് ചില മത നേതാക്കന്മാരുണ്ടാക്കിയ കൃപയില്ലാത്ത വാക്കുകൾ അമ്പായി പരാജയപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. ചില മത നേതാക്കന്മാർ വിചാരിച്ചത് അവരുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. എല്ലാം പരാജയപ്പെട്ടില്ലേ? അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും നാവടക്കത്തക്കവണ്ണം ഒരു പ്രവൃത്തിയാണ് ഉണ്ടായത്. എന്താണ് അതിൻ്റെ പിന്നിൽ രഹസ്യം? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ രാജാവ് സാമ്രാട്ടായ ഇറാഖ്, ബാബിലോണിയ സാമ്രാട്ടായ നെബൂഖദ്നേസർ എന്ന രാജാവ് ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിഗളം പ്രവേശിച്ചു. ഞാനെന്നുള്ള അഹംഭാവം, എന്നേക്കാൾ കവിഞ്ഞ ആരുമില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രതാപത്തിനായിട്ടുണ്ടാക്കിയ മഹതിയാം, തമിഴ് പഠിക്കുക, എൻ വല്ലമേൻ പരാക്രമത്തിനാൽ എല്ലാം ഞാൻ എന്നുള്ളതായ ശക്തിയാണ് വരുന്നത്. ഈ ഞാൻ എവിടുന്നാണ് വരുന്നത്? യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ വീണുപോയ ദൂതൻ ലൂസിഫർ, ഈ ലോകത്തിൻ്റെ അധിപൻ, അവനാണ് ആ ഞാൻ എന്നുള്ള ഭാവം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. 14:7 ഞാൻ സ്വർഗത്തിൽ കയറും, അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്.
യെശയ്യാ പ്രവചനം 14:13 വാക്യം വായിക്കാം. നോക്കണം, ഞാൻ അഹംഭാവം നിഗളം എൻ്റെ, ഞാനല്ലാതെ മറ്റാരുമില്ല, എൻ്റെ സിംഹാസനം ഞാൻ എല്ലാവർക്കും മേലാകെ വയ്ക്കും. പിന്നെ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഞാൻ സമാഗമന കൂടാരത്തിൻ്റെ ഇരുന്നരുളും. പിന്നെ ഞാൻ മേഘോന്നങ്ങൾക്ക് മീതെ കയറും. പിന്നെ ഞാൻ അത്യുന്നതിനോട് സമനാകും. അപ്പോൾ നോക്കണം, അതോടുകൂടി അവൻ്റെ സ്ഥാനത്തു നിന്ന് അവൻ തെറിച്ചു, അവൻ വീഴ്ച പ്രാപിച്ച് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു ലോകത്തിലേക്ക് അവനെ അയച്ചു. അപ്പോൾ ഈ ആത്മാവാണ് രാഷ്ട്ര നേതാക്കന്മാർക്കും മത നേതാക്കന്മാർക്കും ഉണ്ടാകുന്നത്. അത് ഞങ്ങളെപ്പോലെ പാസ്റ്റർമാർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇച്ചിരിയൊക്കെ ആയി കഴിയുമ്പോൾ ഞാനെന്നുള്ള അഹംഭാവം, പിന്നെ എല്ലാവരെക്കാളും എൻ്റെ മേളിലാണെന്നൊരു തോന്നൽ പാസ്റ്റർമാരായ ഞങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ദൈവം താഴ്ത്തും, നടത്തിപ്പുകാരോട് ഒരു ട്രാൻസ്ഫർ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് കൊടുക്കും. അതുകൂടെ അനുസരിക്കാൻ വന്നാൽ ഔട്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ കാണുന്ന നെബൂഖദ്നേസർ എന്ത് ചെയ്തു? ഈ ലൂസിഫറിൻ്റെ ആത്മാവ് നെബൂഖദ്നേസർ കയറി. അപ്പോൾ എന്താ സംഭവിച്ചു? വായിക്കാം. 4-ാം അധ്യായം. ഞാൻ എൻ്റെ മൈക്ക് വരും. ഇത് ഞാൻ എന്നെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ? മഹദിയാം ബാബേൽ. അവരാണ് ഈ സുഖസൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത്. സെക്യൂരിറ്റി, സുഖസൗകര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നത് ഈ ആത്മാവ് വരുമ്പോഴാണ്. പുറമേ അവർ വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞാലും ആകെ പൊള്ളയാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ലൂസിഫറിൻ്റെ ശക്തിയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്നൊരു വാചകം. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. അപ്പം ഈ ഒരു അറിവ് എല്ലാ മത നേതാക്കന്മാർക്കും രാഷ്ട്ര നേതാക്കന്മാർക്കും ഉള്ള നല്ലതാണ്. പണ്ട് ഇ കെ നായനാറിൻ്റെ ഭരണകാലത്ത് ഞാൻ മാന്നാർ മേപ്പാട് സൈഡിലാണ്. അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മേളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ടെന്ന് ഓർത്തോളെന്ന് പറഞ്ഞു. ഏതാ മുകളിലിരിക്കുന്നവൻ എല്ലാം അപ്പോൾ അവർക്കും അറിയാം. അപ്പോൾ ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ വളരെ വിനയത്തോടും നീതിയോടും ന്യായത്തോടും ചെയ്യും. ഇപ്പം നമുക്ക് ലോകം കണ്ടുള്ള ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ബാബിലോണിയ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ദൈവം ട്രാൻസ്ഫർ കൊടുത്തത്. ഇതോടുകൂടി അവനെ മൃഗങ്ങളുടെ ഇടയിൽ കാട്ടിലേക്ക് അയച്ചു. 7 വർഷം ട്രെയിനിങ് കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവന്നു. കാരണം അവൻ കുറച്ച് മര്യാദക്കാരനായിരുന്നു. അതുകൊണ്ടാണ് 7 വർഷത്തിന് ശേഷം നെബൂഖദ്നേസർ രാജാവ് താഴെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. നെബൂഖദ്നേസർ എന്ന ഞാൻ വായിക്കാം. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗത്തേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അപ്പോൾ ചിലരൊക്കെ ചില സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായി നീളം കയറിയാലും അവരെ താഴ്ത്തി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ എഴുതി തള്ളരുതാരെയും. ആരെയും നമ്മൾ എഴുതി തള്ളരുത്. അവർക്കൊരു പണിഷ്മെൻറ്റ് കാലം ദൈവം കൊടുത്താൽ അത് കഴിയുമ്പോൾ അവർ യഥാസ്ഥാനപ്പെടുന്നവരുണ്ട്. എന്നാൽ ചിലരങ്ങനല്ല. ചിലർക്ക് യഥാസ്ഥാനപ്പെടാൻ സമയം പോലും ദൈവം കൊടുക്കാറില്ല. അത്ര കണ്ട് നികളിലായിരിക്കും. അതിലൊന്നാണ് ഈ നെബൂഖദ്നേസറിൻ്റെ ഒരു മകൻ ബെൽഷസ്സർ. 6-ാം അധ്യായത്തിലാണ് മുതലെയോ 6-ലാണ് അടുത്ത അധ്യായത്തിലുണ്ട്. ആ ബെൽഷസ്സർ നിഗളിച്ച് എവിടെ കയറി കൊണ്ടുപോകും? ദൈവത്തിൻ്റെ ആലയങ്ങളുടെ പാത്രങ്ങളിൽ അശുദ്ധമാക്കാൻ ശ്രമിച്ചു. നോക്കണം, അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി പെട്ടെന്ന് വന്നത്. നെബൂഖദ്നേസർ അത് ചെയ്തില്ല. നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പാത്രങ്ങൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു വരുംകാലത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ദൈവം കർശനമായിരിക്കും. അതായത് ദൈവത്തോടും ദൈവജനങ്ങളോടും ദൈവത്തിൻ്റെ പദ്ധതികളോടും കൈവയ്ക്കാൻ പോകുന്നവനെ ദൈവം സ്പോട്ടിൽ ശിക്ഷിക്കുന്നു അതിൻ്റെ അർത്ഥം. അത് സൂക്ഷിച്ചോണം. നേതാക്കന്മാർ സൂക്ഷിച്ചോണം, മത നേതാക്കന്മാർ സൂക്ഷിച്ചോണം. അത് മത നേതാക്കന്മാർക്കൊരു വലിയ എക്സാമ്പിളാണ് ഏലിയും കുടുംബവും. പണ്ട് തമിഴ്നാട്ടിലെ ഒരു മുഖ്യമന്ത്രി ജയലളിതയുടെ കാലത്തിൽ ക്രിസ്തീയ മാർഗത്തെ വാഷ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറേ ഭയങ്കര കണ്ടിപ്പായ നിയമം വെക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി വേറൊരു ആളുകളുമായിട്ട് ചില അലയൻസ് ഉണ്ടാക്കി. അതിനുശേഷം അമ്പെ പരാജയപ്പെട്ട് DMK ആ സ്ഥാനത്തേക്ക് വരാനിടയായി. നോക്കണം, പിന്നെ അവർ അനുദപിച്ചു.
ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്തു? തന്നെ മേലോട്ട് ഉയർത്തി. ഇന്ദിര മീൻസ് ഇന്ത്യ, ഞാനാണ് ഇന്ത്യ എന്നൊരു തോന്നൽ വന്നു. ഏക്കയാണി പോലും ആ നീളത്തിനും അഹങ്കാരത്തിനെതിരായിട്ട് മാറി നിന്ന മനുഷ്യനാണ്. അവർ പരാജയപ്പെട്ടില്ലേ? ഇനി ആയസ്സിൽ പൊങ്ങി വരികയില്ല എന്ന് ചിന്തിച്ച ഇന്ദിരാഗാന്ധി അനുദമിച്ചു, പശ്ചാത്തപിച്ചു. അവരടുത്ത ലക്ഷം വൻഭൂരിപക്ഷത്തോടെ ജയിക്കാനിടയായി. അപ്പോൾ ചില നേതാക്കന്മാരെ നമ്മൾ പേഴ്സണലി കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ജനങ്ങൾക്ക് മാതൃകയായി ഇങ്ങനെ ഒരു നീളപ്പിശാച് കയറിയാൽ നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചില നേതാക്കന്മാരെ ചില ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്ത് നടത്തും. അതുകൊണ്ട് അവരെ പേഴ്സണലായിട്ട് എഴുതി തള്ളണ്ട. കഴിഞ്ഞ കാലത്തിൽ ഭരണത്തിലിരുന്നവരും ഒരുപക്ഷെ ഈ കാലത്തിൽ അനുദപിച്ച് യഥാസ്ഥാനപ്പെടാനും കഴിയുണ്ട്. അതുകൊണ്ട് ആരെയും നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാപ്പറുകളെല്ലാം ചെയ്യുന്ന പോലെ എഴുതി തള്ളരുത്. നെബൂഖദ്നേസർ രാജാവ് യഥാസ്ഥാനപ്പെട്ടു. എന്നാൽ ചിലർക്ക് അതിനുള്ള അവസരം പോലും കൊടുക്കില്ല. കാരണം അത്ര കണ്ട ഒരു നിഗളികളായിത്തീർന്നു. അതുകൊണ്ട് ബെൽഷാസർ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴേ അവൻ്റെ നീളത്തിന് കാഠിന്യത്താൽ സ്പോട്ടിൽ അവന് ശിക്ഷ കൊടുത്തു. അന്ന് രാത്രി തന്നെ മരിക്കാനിടയായി. ദൈവം എഴുതി കൊടുത്തു. ദൈവം നിന്നെ അളന്നു തൂക്കി. വായിച്ച വാക്യം ബെനെ തെക്കേ ഉപാസയർ. എത്ര അധ്യായം? അധ്യായം കൂടെ പറ. വായില്ല. ആകയാൽ അവൻ ആ കൈപ്പത്തി അയച്ച് ഈ എഴുത്തെഴുതി അയച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഉർവസീം. അതായത് ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ട്. മാത്രമല്ല, രാജ്യത്തിൽ മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അവൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് വരുംകാലത്ത് സെരുബാബലിൻ്റെ ആലയം ഉണ്ടാകുമെന്നും അതിലേക്ക് ഈ പാത്രങ്ങളും ഈ ഉപകരണങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതായ ഉദ്ദേശത്തിൽ വെച്ചിരുന്നത് ഈ അഹങ്കാരി നിഗളി അതിൽ വീഞ്ഞു കുടിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവ പദ്ധതിക്കെതിരായിട്ട് കൈവച്ചപ്പോൾ ദൈവം ആ സ്പോട്ടിൽ അവനെ തീർത്തു. അതാണ് അവിടെ കാണുന്നത്. അന്ന് രാത്രി തന്നെ അവൻ വധിക്കപ്പെട്ടതാണ്. താഴോട്ട് വായിച്ച് അന്ന് രാത്രി അവൻ വധിക്കപ്പെട്ടു. രാജ്യം മേദ്യ പാർസികൾക്ക് കൈമാറാനിടയായി. അതിൻ്റെ താഴെ വാക്യം 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ രാത്രി തന്നെ ബാബിലോണി രാജാവായ ബേൽഷാസർ കൊല്ലപ്പെട്ടു. മേദ്യർ മത്തായി, അതായത് നോഹയുടെ മക്കളിൽ, അബ്രഹാമിൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ്. അബ്രഹാമിൻ്റെ അല്ല, ആദാമിൻ്റെ, സേത്തിൻ്റെ വംശവരിയിൽ മത്താൻ എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകം വരുന്ന അധ്യായമുണ്ട്. ആ വംശത്തിൽപ്പെട്ട ഒരു ഇതിൽ ഭരണത്തിലേക്ക് വന്നു. അതാണ് മേദ്യരും പാർസികളും. പാർസി എന്ന് പറയുന്നവരും അന്നത്തെ ആദാമിൻ്റെ സന്തതിയിൽപ്പെട്ടവരാണ്. നോഹയുടെ സന്തതി പരമ്പരയിൽ അതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ ഭരണത്തിലേക്ക് വന്നു. നോഹയുടെ വംശപാര്യത്തിൽ സേത്തിൻ്റെ, യാഫേത്തിൻ്റെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഭരണം മാറ്റപ്പെട്ടു. ഇനി ഒരു രാജാവിനെ നിങ്ങളോട് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ലോ 11-ലാണെന്ന് തോന്നില്ലയോ? അവിടെ ഹേരോദാവിൻ്റെ നീളത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവനെന്താ പറഞ്ഞേ? അവൻ മറ്റുള്ളവരുടെ സ്തുതിപാഠകനായിരുന്നു. മറ്റുള്ളവരുടെ സ്തുതികളിൽ ഇഷ്ടപ്പെട്ടവനായിരുന്നു. പൊങ്ങച്ചക്കാരനായിരുന്നു. വിവരമില്ലാത്ത പൊങ്ങച്ചക്കാരനായതുകൊണ്ട് അവനെ പുകഴ്ത്താൻ, അതും തന്ത്രപരമായിട്ട് ഒരു കാലുവാരാൻ വന്നവർ, അതവൻ അറിഞ്ഞില്ല. ഈ പുകഴ്ത്തുന്നവരൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്ന് ഇനിയും കൂടെയുള്ള നേതാക്കന്മാരും VT സതീശൻ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞോണം. ഈ പൊക്കാൻ വരുന്നവരും പിന്നെ കൂടെ നടന്ന് പുകഴ്ത്താൻ വരുന്നവർ നിൻ്റെ കാല് വാരാൻ വേണ്ടിയാണെന്നുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ ആയസോടെ ഭരിക്കാം, ഇല്ലെങ്കിൽ അടി വാങ്ങിക്കും. അതുപോലെ ഞങ്ങളെപ്പോലുള്ള മതനേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വായിച്ച് എത്രയാണ്? 12-ആണ്. ഹേരോദാവ് 1-ാം വാക്യം പോലെ അല്ലേ? ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ അവൻ വാൾ. ചിലർക്കതാണ്, ചിലരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവമക്കളെ തുടർന്നൊരു ആഗ്രഹം വരും. ഭരണകർത്താക്കന്മാർ ഓർത്തോണേ, നിൻ്റെ മേലിൽ വലിയൊരു ഭരണകർത്താവ് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു കാര്യം ഓർത്തോണം, ദൈവമക്കളെയും ദൈവത്തിൻ്റെ പദ്ധതിയും കൈവയ്ക്കാൻ പോകുന്ന രാഷ്ട്ര തലവന്മാരോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മേളിൽ ഒരു ഭരണകർത്താവുണ്ട്, ഉന്നതനും അതിന് മേളിൽ ഉന്നതനും അതിന് മേളിൽ അത്യുന്നതനുമുണ്ട്. അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണമോ കേരളത്തിൻ്റെ ഭരണമോ തന്നെങ്കിൽ അത് ദൈവത്തെ ഭയപ്പെട്ട്, സതീശൻ പറഞ്ഞ പോലെ ദൈവ നിയോഗമാണെന്ന് കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ട് നിങ്ങൾ നീങ്ങരുത്. ലോകചരിത്രം നോക്കി,
ലോകയുടെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. അതിലെ കെടിയെട്ടിയ സാമ്രാജ്യ ചക്രവർത്തിമാരൊക്കെ ഉണ്ടായിരുന്നു, നീറോ ഉൾപ്പെടെ. നീറോയുടെ കാലത്തിൽ ക്രിസ്തു വിശ്വാസികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി കൽപ്പനയിട്ടു. അനേക ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളെ കൊന്നൊടുക്കി. അവൻ്റെ ഒരു ഭാര്യ രക്ഷിക്കപ്പെട്ടു. അവരുടെ നീറോയുടെ ഒരു ഭാര്യ രക്ഷിക്കപ്പെട്ടു. അതവർ സഹിക്കാൻ വയ്യാതെ പരസ്യമായിട്ട് അവളെ കടാരി കൊണ്ട് കുത്തി കൊന്നുകളഞ്ഞു. ചരിത്രത്തിലുണ്ട്. അവൻ്റെ സേനാനായകനെ കൊന്നു. അങ്ങനെ പലരെയും കൊന്നു. വിശ്വാസത്തിൽ വന്നുകൊണ്ടാണ്. അവസാനം സെനറ്റ് അവനെതിരായി നിന്നെന്ന് കണ്ടപ്പോൾ അവൻ വിളറി പിടിച്ച് ഭ്രാന്ത് പിടിച്ചവനായി തൻ്റെ ഭാര്യയെ കുത്തിക്കൊന്നവൻ ആ കടാരി കൊണ്ട് തന്നെയാണ് നീറോ സ്വയം കുത്തി മരിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളെയും ദൈവമക്കളെയും കൈവയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചോണം, നിൻ്റെ മേളിൽ ഒരു ദൈവം ഉണ്ടെന്ന് ഓർത്തോണം. ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ കേട്ട് അതിനെതിരായി നീങ്ങിയാൽ അവരാരും മേൽഗതി പ്രാപിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ശിക്ഷാവധിക്ക് അതിനാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം. അന്നത്തെ കാലത്തിൽ ദൈവജനങ്ങളെ ഉപദ്രവിക്കുന്നത് കുറേ യഹൂദന്മാർക്കും മറ്റു കുറേ ആളുകൾക്ക് സന്തോഷമായി വന്നപ്പോൾ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹേരോദാവ് എന്ത് ചെയ്തു? മറ്റു ചിലരെ കൊല്ലാൻ വേണ്ടി പിടിച്ചു. വായിക്കാം. ആ കാലത്ത് ഹേരോദ് രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അപ്പൊ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാൻ, മറ്റ് മതങ്ങളെ പ്രസാദിപ്പിക്കുവാൻ, മത നേതാക്കന്മാരെ പ്രസാദിപ്പിക്കുവാൻ, യഥാർത്ഥ ദൈവമക്കളെ കൈവയ്ക്കാൻ പോയാൽ ഇതിൻ്റെ അനുഭവം ഇത് തന്നെയാണെന്നാണ് ഇതിൻ്റെ ദൃഷ്ടാന്തം നമ്മൾ കാണുന്നത്. അതോട് വായിക്കാം. മതി. താഴോട്ട് വായിക്കുമ്പോൾ ഹേരോദാവ് പത്രോസിനെ കൊല്ലാൻ നോക്കി, നടന്നില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് നടന്നില്ല. താഴെ വായിക്കുമ്പോൾ അവനൊരു ദിവസം എന്ത് ചെയ്തു? അടുത്ത അധ്യായത്തിലാണോ? അവനെ രാജവസ്ത്രമൊക്കെ ധരിച്ച് മനുഷ്യവനെ പുകഴ്ത്താൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവൻ മനുഷ്യനല്ല ദൈവമാണ് എന്ന് പുകഴ്ത്താനിടയായി. വായിച്ച് അടുത്ത അധ്യായത്തിലാണോ? എത്ര അധ്യായം? വാക്യം പറ. അധ്യായം പറഞ്ഞു വായിര്. അധികാരം എന്ത്? അധികാരം വസനം ഇല്ലയോ? അപ്പം നിങ്ങൾ വായിച്ച വാക്യം മലയാളത്തിൽ വായിര്. വായിച്ച ഏത് അധ്യായമാണെന്ന് പറ. അത് പറ. 12-ന്റെ 1-ാം വാക്യം ഒരു വായില്. അതല്ലെന്നേ, അവൻ രാജവസ്ത്രം ധരിച്ചിരുന്ന വാക്യം. 21-ാം വാക്യം പറ. 12-ന്റെ 21 വായിലേ. നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ്, ശ്രദ്ധിച്ചോളം കേട്ടോ, ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയോടും ഈ ദൂത് അറിയിക്കുകയാണ്. കാരണം നിങ്ങളെ കേരളം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ കേരളത്തിൽ ആവശ്യമാണ്. പക്ഷേ ആത്മാവ് മാറിപ്പോയാൽ നിങ്ങളുടെയൊക്കെ ഗതി വളരെ അധോഗതിയായി തീരാതിരിക്കാൻ വേണ്ടി ഇതൊരു മുന്നറിയിപ്പായിട്ട് ഇത് ആരെങ്കിലും കേട്ടാൽ ഒരുപാട് ഷെയർ ചെയ്തു. ഇത് നേരെ ഇടുന്നുണ്ട്. അതിനുവേണ്ടി പറയുകയാണ്. കാരണം ദൈവവും ജനങ്ങളും താല്പര്യത്തോടെ തിരഞ്ഞെടുത്തിയ സ്ഥാനത്തോട് എത്തിക്കുമ്പോൾ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മൈൻഡ് മാറരുത്, മനസ്സ് മാറാൻ പാടില്ല. വായിച്ചേ. അതാ വിഷയം. രാജവസ്ത്രം, താഴ്മയുടെ വസ്ത്രം ധരിച്ചോണം. ഇപ്പം തുടക്കത്തിൽ VT സതീശൻ നല്ലതാണ് പറയുന്നത്, അത് തുടർന്ന് വെക്കോണം. അപ്പോൾ താഴ്മയുടെ വസ്ത്രമല്ല, രാജവസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ നിൻ്റെ പ്രൗഢിങ് മാറും. ക്വാർട്ടേഴ്സ് മാറി ബംഗ്ലാവാക്കരുത്. ആരെങ്കിലുമൊക്കെ പൊട്ട സന്യാസിമാരും ഉപദേശിമാരും പറയുന്നത് കേട്ടുകൊണ്ട് ചാടാൻ പോകും. നിനക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം. അത് ഞങ്ങൾക്കും ഉണ്ടാണ്, നിങ്ങൾക്കും ഉണ്ടാണ്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ, എന്തോ ഭദ്രാസനമോ, ഇരിക്കാനൊരു കസേര പോലെ. ഇപ്പോൾ ഞാൻ കൈയില്ലാത്തൊരു കസേര ഇരിക്കും, അവിടെ ദൂതിന് കുഴപ്പമുണ്ടോ? ഈ കൈയില്ലാത്ത കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ദൂത് കൊടുക്കാമല്ലോ, എഴുന്നേറ്റ് കൊടുക്കാം. ഞാൻ ഓർക്കും ഒരിക്കലേ നമ്മുടെ ഒരു സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ ഒരു സഹോദരനെ പുതുതായിട്ട് സെൻട്രൽ പാസ്സാക്കി. അദ്ദേഹം നോക്കിയപ്പോൾ വലിയൊരു കസേര,
എനിക്ക് തോന്നുന്നു 6 അടി ഹൈറ്റിലെ പൊക്കം, 6 അടി പൊക്കം, കാരണം എല്ലാവരേക്കാൾ ഉയർന്നിരിക്കണം. ഇത്രയും 6 അടി വീതിയിലൊരു വലിയ സിംഹാസനം ഉണ്ടാക്കി സെൻട്രൽ ഫെയ്ത്തോലിട്ട് പുള്ളി അതിൽ നീളക്കുറവായിട്ട് ചാടിയാണ് കയറിയിരിക്കുന്നത്. ചാടി കയറിയിരിക്കുകയാണ്. എഴുന്നേറ്റൊന്ന് പ്രസവിച്ചാൽ മതില്ല. അവസാനം ചീഫ് മാസ്റ്റർ അറിഞ്ഞു, കസേരയ്ക്ക് ദൂരെ കളയാൻ പറഞ്ഞു. ആ സ്ട്രോക്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അറ്റാക്ക് വന്ന് ചാവുകയും ചെയ്തു. വല്ല ആവശ്യമുണ്ടോ? താഴ്മയോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ മതനേതാക്കന്മാർക്കും രാഷ്ട്രതലവന്മാർക്കും വ്യാപിക്കുന്നൊരു ശക്തിയാണ് ഞാനീ പറയുന്നത്. അത് അണികൾക്കും വരും. അപ്പോൾ രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരിക്കുമ്പോൾ വായിക്കാം. അയ്യോ, പിന്നെ അങ്ങ് പൊക്കുക ആളാ. കാരണഭൂതൻ, പിന്നെ ദൈവം, കാണപ്പെട്ട ദൈവം. സച്ചിൻ തെണ്ടുൽക്കറെ ഒരുപാട് റൺസ് അടിച്ച് സെഞ്ചുറി നേടിയപ്പോൾ അനുയായികളൊക്കെ പൊക്കിക്കൊണ്ട് ഇത് ഞങ്ങളുടെ ദൈവമാണ്. അടുത്ത 2 എണ്ണത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവരയാളെ വാഗോണ്ട് ചീത്ത വിളിക്കുന്ന ഞാൻ കേട്ടതാണ്. ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത്. എല്ലാവർക്കും ഇതുപോലെ തന്നെ വരും. അതുകൊണ്ട് മനുഷ്യൻ്റെ പുകഴ്ചയിലേക്ക്, പ്രശംസയിലേക്ക് പോകരുത്. കൈമണി അടിക്കാൻ കൂടുന്നവനെയൊക്കെ വളരെ ശ്രദ്ധിച്ചോണം, അവിടെ ഒഴിച്ചു നിർത്തിക്കോണം. വായിക്കാം. ജനം ആർത്തു. ജനം അങ്ങനെയും പറയും ഇങ്ങനെയും പറയും കേട്ടോ. അത് എല്ലാ ജനമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ഏതാ മറുനാടൻ മലയാളം ഷാജനാന്ന് തോന്നുന്നു, ആണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാനിവിടെ കേട്ടതാണ്. കർത്താവായ യേശുവിനെ ഓശാന ഞായറാഴ്ച എന്ത് ചെയ്തു? ജനങ്ങൾ ഓശന്ന പാടി അവനെ രാജാവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ പദ്ധതി നിറവേറിയില്ല. പക്ഷേ മര്യാദയുള്ള നല്ല വിശ്വാസികൾ ഒഴിഞ്ഞുപോയി. പക്ഷേ ഈ ദുരാഗ്രഹികളും പുറകെ നടന്ന ഭൗമിക നന്മകൾ പ്രാപിക്കാൻ പോയൊരു ലക്ഷ്യം കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം യേശുവിനെ ക്രൂശിക്കാൻ നേരത്തെ അവർ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാണ് ഒരു കൂട്ടം ജനങ്ങളുടെ നിലവിൽ. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ജനങ്ങളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റാണ് മുഖ്യം. സെക്കൻഡോട് ജനം പറയും, ഇന്ന് പുകഴ്ത്തിയ നാളെ കാലിനടിക്കും. ഇതാണ് ജനത്തിൻ്റെ അവസ്ഥ. പിന്നെ ഒരു കൂട്ടം ജനമുണ്ട് സ്റ്റെബിലൈസ് ആയവർ, അറിവുള്ളവരും ജ്ഞാനമുള്ളവരും, അവരെപ്പോഴും തങ്ങളുടെ ബാലൻസ് സൂക്ഷിക്കുന്നവരായിരിക്കും. മറ്റൊരു അവസരമായിട്ട് മാറിപ്പോകും. KM മാണി അല്ലത് MM മണി പറഞ്ഞ പോലെ വല്ല നക്കാൻ കിട്ടിയാൽ അതിൻ്റെ പുറകെ പോകുന്നവരുമുണ്ട്. അത് സത്യമാണ് കേട്ടോ, അത് ഒരു ഭാഗം സത്യമാണ്, തെറ്റെന്ന് പറയാനൊക്കത്തില്ല. എന്നിട്ട് ഇപ്പുറത്ത് മാറി കാലും മാരും. ആ സ്ഥിരതയില്ലാത്തവർ, ശരിയായ നിഗമനമില്ലാത്തവർ, നിലപാടില്ലാത്തവർ എല്ലായിടത്തും ഉണ്ട്. അവിടെ ജനങ്ങളെല്ലാം ആശ്രയിക്കേണ്ടത് സതീശൻ പറഞ്ഞില്ലേ സങ്കീർത്തനം, എനിക്ക് സഹായം വരുന്നത് പർവ്വതങ്ങളിൽ മേളിൽ ദൈവത്തിൽ നിന്നാണ്. അത് സത്യം, അത് നല്ലതാണ്. അതുകൊണ്ടാണ് ആ 2 സങ്കീർത്തനങ്ങൾ തനിക്ക് വളരെ പ്രിയപ്പെട്ട സങ്കീർത്തനമാണെന്ന് പറയാറുണ്ട്. പലരും പറയാറുണ്ട്, എനിക്കും പ്രിയപ്പെട്ടതാണ്. 121 സങ്കീർത്തനവും 91 സങ്കീർത്തനം. അപ്പോൾ ഹെരോദ രാജാവ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളുടെ പുകഴ്ച ഏറ്റുവാങ്ങി. ജനത്തിന് വല്ല പ്രശ്നമുണ്ടോ? ജനം എന്താ പറയുന്നത്? ഓ, ഇവൻ ദൈവമാണ്, മനുഷ്യൻ്റെ ശബ്ദമല്ലാന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ ഹെരോദ രാജാവ് ഒരടിയൂടെ പൊങ്ങിയിരുന്നു. എന്താ സംഭവിച്ചെന്ന് നോക്കി വായിക്കാം. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ. നോക്ക്, അവന് ദൈവത്തിന് മഹത്വം കൊടുക്കായി. കാരണം ഈ ഭരണത്തിലിരിക്കുന്നവനൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തെങ്കിലേ നിലനിൽക്കത്തുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് മതങ്ങളിൽ അറിയാം. ഇപ്പോൾ മോദിജി അതൊരു ദൈവഭക്തനാണ്. താനൊരു ഹൈന്ദവ സമുദായം ജനിച്ചു വളർന്നെങ്കിലും അതിൽ നിന്ന് കിട്ടിയതായ ഭക്തി താനിതുവരെ മുറുകെ പിടിക്കുന്നുണ്ട്. അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത. അതാ ഞാൻ പറഞ്ഞ BJPക്ക് ഉള്ളൊരു ഗുണം, അതിലെ സമുന്നത നേതാക്കന്മാർ, രാജ്നാഥ് സിംഗ്, എത്രയോ ആളുകളുണ്ട്, നല്ല വിലയേറപ്പെട്ട നേതാക്കന്മാരിനകത്തുണ്ട്. ദൈവഭയമുള്ളവരവർ. അവരുടെ ഭരണത്തിനൊന്നും ഒരു കുറവ് പറയാനൊക്കത്തില്ല. ദൈവം ഇല്ലാന്ന് പറയുന്നവരെ ദൈവം ഉണ്ടെന്ന് പറയുന്ന വ്യത്യാസമില്ലേ? പക്ഷേ ചിലപ്പോൾ അറിവിന് വ്യത്യാസം കാണും. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത 10 വർഷത്തിന് ശേഷം കേരളത്തിൽ അവർ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇവിടെ എന്താ വായിച്ചേ? ശ്രദ്ധിക്കുക, ജനങ്ങളിൽ ഒരുത്തൻ വന്ന് അവനെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ ഉയർന്നു പോയി. ജനത്തെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിൽക്കുമ്പോൾ ആർക്കും മുന്നോട്ട് വരാൻ സാധിക്കത്തില്ല. അപ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്തു? ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. ദൂതൻ ചെന്ന് ഒരൊറ്റ അടി അടിച്ചു.
പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു വിശ്വാസി നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴേ പുള്ളിക്കാരിങ്ങനെ ഉച്ചയൂണ് കഴിഞ്ഞിങ്ങനെ മയങ്ങുന്ന സമയത്തൊരു കീരിയും പാമ്പും കൂടെ ഭയങ്കരമായി പൂട്ടി കിടക്കുക. എത്ര ശ്രമിച്ചിട്ടും ഈ കീരിക്ക് ഈ പറഞ്ഞ പാമ്പിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അവസാനം കീരി അവിടെ പാമ്പ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു വരുമെന്നുള്ളൊരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ പാമ്പിന് ചുറ്റും ഒരു സർക്കിളിലെ യൂറിൻ പാസ് ചെയ്തിട്ട് അവൻ പോയി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഈ നാടൻ കീരി, സാധാരണ കീരി ഒരു ചുവപ്പ് കളറുള്ള ഒരു ചെറിയ കീരിയെ തോളത്ത് കൊണ്ടുവരികയാണ് രഥത്തിൽ. കാരണം അത് ചെങ്കീരിയാണ്, കീരികളുടെ രാജാവ്. അപ്പോൾ കീരികൾ ശ്രേഷ്ഠനായ ഒരു ചെങ്കീരിയെ ചുമന്നുകൊണ്ട് വരിക. എനിക്കത് കൗതുകമായിട്ട് തോന്നി. ഈ ചുമക്കുന്ന കീരിയെക്കാളും ചെറുതാണ്, പക്ഷേ ചുമന്ന കളറിൽ. അപ്പോൾ പുള്ളിക്കാരനായത് നമ്മുടെ മലയാള മാസികയിൽ എഴുതിയ കാര്യമായി പറയുന്നത്. അന്നത്തെ കാലത്ത് ആ മാസികയിലുണ്ടായിരുന്നു. ഇദ്ദേഹം നോക്കിയപ്പോൾ ഈ കീരിയെ ചുമന്നുകൊണ്ട് വരിക. അപ്പോൾ പുള്ളി പറഞ്ഞ ആ കീരി ഇങ്ങനെ ഇരിക്കും, രാജാവ് ഇരിക്കുന്ന പോലെ, വലിയ സ്ഥാനത്തിരിക്കുന്നതിനെ പോലെയാണ് രഥത്തിൽ വരുന്ന പോലെ. ഈ കീരി കൊണ്ടുപോയി ആ പാമ്പിൻ്റെ അവിടെ ഇട്ടുണ്ട് ഈ ചെങ്കീരി അങ്ങ് ഇറക്കി. അവൻ രാജകീയ പ്രതാപത്തോട് തന്നെ കൊണ്ട് ഇറങ്ങിയിട്ട് ഈ പാമ്പിനെ ഒന്ന് നോക്കി കേട്ടോ. പാമ്പിനെ നോക്കി, വേറെ ഒന്നും ചെയ്തില്ല. ഒരൊറ്റ വീക്ക് കൊടുത്തു. പാമ്പ് കണ്ട് താഴെ വീണ് ചത്തു. ഇനി അവൻ ചത്തോ ഇല്ലെന്ന് പോലും കൺഫേം ചെയ്യാതെ, ചത്തെന്നുള്ളത് അറിയാം, തൻ്റെ അടിക്ക് വീഴുമെന്നറിയാം. ആ അടി കൊടുത്തിട്ട് നേരെ തിരിഞ്ഞു മറ്റവൻ്റെ മുഖത്ത് കയറി കാട്ടിക്കൊണ്ട് അവനെ കൊടുത്ത് കൊണ്ടുവിട്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ചില സമയത്തിൽ മനുഷ്യർക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സമയത്തിൽ ഏത് നേതാവാണെങ്കിലും ശരി, ഏത് രാജാവാണെങ്കിലും ശരി, ഏത് മതസമുന്നതനായാലും ശരി, ചിലപ്പോൾ ദൈവം തമ്പുരാൻ ചില ദൂതനെ അയക്കും. ആ ദൂതൻ വന്ന് ഹേരോദാവിനോടൊരു അടി വായിച്ച് അടിച്ചു. അതാ രസം. സാധാരണ മനുഷ്യൻ ചത്തതിന് ശേഷമാണ് കൃമികളൊന്നും തിന്നുന്നത് കേട്ടോ. ഈ ദിഗളികളുടെ രാജാവായ ഹേരോദാവിന് തിരിച്ചാണ് സംഭവിച്ചത്. അവൻ അടികൊണ്ട് വീണതിന് ശേഷം കൃമികൾ അവനെ തിന്ന് അവൻ മരിച്ചത്. ചില കാണത്തില്ല പുഴുക്കൾ അരിക്കാന്ന് പറയത്തില്ലേ, ചില മനുഷ്യരെ പുഴുക്കൾ അരിച്ചതുപോലെ ഈ നിഗളിയായ രാജാവിനെ കൃമികൾ തിന്നിട്ട് മരിക്കുക. അങ്ങനെയല്ലേ തമിഴിൽ നിന്ന് വായിച്ച് കടശി വചനം. അല്ല, ലാസ്റ്റ് അവൻ ദൂതൻ വന്നു. ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു. അപ്പോൾ അവൻ പുഴുപുഴുത്ത്. അപ്പം ദൈവം അടിച്ചാൽ ഇതാ ഗതി, അല്ല ദൈവത്തിൻ്റെ ദൂതൻ അടിച്ചാൽ ഇതാണ് ഗതി. ഏത് വലിയ രാഷ്ട്രത്തലവനായാലും ശരി, ദൈവം ദൂതനെ വിട്ട് അടിച്ചാൽ നിൻ്റെ ഗതി ഇതുതന്നെയായിരിക്കും. ഇനി ഈ കാറ്റുകൾ വീശി ഭരണം മാറുന്നതിൻ്റെ മറ്റൊരു തത്വം ഞാൻ പറയാം. ഇപ്പോൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലെ 2-ാം വാക്യവും 17-ാം വാക്യവും വായിച്ച്, ദാനിയേൽ 7:2. ജനങ്ങളതിന് മുഖാന്തരമാണ്, പക്ഷേ ജനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാറ്റുണ്ട്, ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റാണ് ഈ സാമ്രാജ്യങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടികളെ മാറ്റി വാഴിക്കുന്നത് അതാണ്, ആ കാറ്റുകളാണ്. വായിച്ചു. ദാനിയേൽ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു. മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു. മഹാസമുദ്രത്തിന് ചെയ്ത വംശങ്ങളും പുരുഷാരവും. വെളിപ്പാട് 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെള്ളം, സ്ത്രീ ഇരിക്കുന്ന വെള്ളം, വംശങ്ങളും. വായിച്ച 17-ന്റെ എത്രയാ 15. വെളിപ്പാട് 17-15 തോന്നുന്നു. അവിടെ സ്ത്രീ ഇരിക്കുന്ന വെള്ളം, വംശം. വായിച്ചു, മലയാളം വായിച്ചു. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളവും വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും. അപ്പോൾ അതാണ് വെള്ളം, അതാണ് സമുദ്രം. അപ്പോൾ ഇവിടെ ആത്മീയ ഭാഷയെ പറഞ്ഞ സമുദ്രം എന്ന് പറഞ്ഞാൽ ലോകത്തെ കാണിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ എഴുന്നേറ്റ് വരുന്ന സാമ്രാജ്യങ്ങളെയാണ് ഇവിടെ ദാനിയേൽ പറയുന്നത്. ആകാശത്തെ 4 കാറ്റും. വായിക്കാം 7:2. ദാനിയേൽ 7-ാം അധ്യായം 2-ാം വാക്യം. ദാനിയേൽ വിവരിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു.
അടിക്കുന്നത് ഞാൻ കണ്ടു. നോക്കണം, ആകാശത്തിലെ 4 കാറ്റ്. അപ്പോൾ ആകാശത്ത് 4 കാറ്റ്, ആകാശത്ത് പ്രവർത്തിക്കുന്ന 4 സ്പിരിറ്റാണ്. അപ്പോൾ ആ സ്പിരിറ്റ്, അതാണ് കാറ്റ് വീശുക, തരംഗം എന്ന് പറയുന്നതാണ്. തരംഗങ്ങൾ, ഒന്നിനെ താഴ്ത്തുന്ന തരംഗം, ഒന്നിനെ ഉയർത്തുന്ന തരംഗം. അപ്പോൾ ഒരു സാമ്രാജ്യത്തെ, ബെൽഷസ്സറിൻ്റെ സാമ്രാജ്യത്തെ ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കി മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കൊണ്ടുവന്നു. ഇത് തന്നെയാണ് ഇന്ന് ജനാധിപത്യം നടക്കുന്നത്. ജനങ്ങളതിന് മുഖാന്തരം എന്നുള്ളതല്ല, ജനങ്ങളെല്ലാം സൂപ്പർ, ജനങ്ങളെല്ലാം ഓൾ ഇൻ ഓൾ. ജനങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്ന സ്പിരിറ്റാണ് ഈ രാജ്യങ്ങളെ മാറ്റിമറിക്കുന്നത്. വായിക്കാം. അപ്പോൾ തമ്മിൽ പേടിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. നോക്കണം, ആകാശത്തിലെ 4 കാറ്റും സമുദ്രത്തിൽ നിന്ന് അടിച്ചപ്പോൾ 4 വ്യത്യസ്തമായ മൃഗങ്ങൾ. നിങ്ങൾക്കൊന്ന് മനസ്സിലായും, സാധാരണക്കാർക്കൊന്ന് മനസ്സിലായും ഇതെന്താ. അതാണ് 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ 4 മൃഗങ്ങൾ 4 സാമ്രാജ്യങ്ങളാകുന്നു. വായിക്കാം. ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാർ, 4 രാജ്യം. അതാണ് പിന്നീടുണ്ടായ ബാബിലോൺ സാമ്രാജ്യം, മേദ്യ പേർഷ്യ, ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം, അതിനുശേഷം വന്ന റോമാ സാമ്രാജ്യം. നോക്കണം, എത്ര ക്ലിയറായിട്ട് നടത്തി. അതാ ദാനിയലിൻ്റെ അടുത്ത അധ്യായങ്ങളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലിയ 4 സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നതിന് 4 കാറ്റ്, അതാണ് തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഇല്ലാതാക്കുന്ന തരംഗം, മറ്റൊന്നിനെ ഉണ്ടാക്കുന്ന തരംഗം, അതാണ് ഈ കാറ്റ്, അതാണ് സ്പിരിറ്റ്, വിൻഡ്, ആത്മാവിൻ്റെ പരിവർത്തനം. അതുകൊണ്ടാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കുമ്പോൾ ശരിയായൊരു ജനാധിപത്യം എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നില്ലേ, ഇതാണ് ശരിയായ ജനാധിപത്യം, നീതിയുള്ളൊരു തിരഞ്ഞെടുപ്പ്. കാരണം ജാതി മത ഭേദമന്യേ വർഗീയവാദി ശക്തികളൊന്നുമില്ല. ഇവിടെ ചില സമുദായ നേതാക്കന്മാർ വർഗീയ ശക്തികളാണെന്ന് പറഞ്ഞുകൊണ്ട് അഴിച്ചുവിട്ട് അവരുടെ കൈപ്പിടിയിൽ ഭരണം ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രമേശ് വളരെ ജാഗ്രതയായിരിക്കണം ആ കാര്യത്തിൽ, ഇല്ലെങ്കിൽ മത നേതാക്കന്മാർ വിഴുകിക്കളയും. ഇവിടെ ഉണ്ട് പുള്ളികൾ. അതാണ് വി ടി സതീശൻ്റെ ഇത് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മതശക്തികൾ വന്നിട്ട് ഭരണത്തെ മാറ്റിക്കളയും, അവരുടെ സമുദായങ്ങൾക്ക് വേണ്ടി, അവരുടെ തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി ഭരണം മാറ്റിക്കളയും. അത് വളരെ ജാഗ്രതയായിരിക്കണം. ഇല്ല രമേശിനും അടി കിട്ടും നിശ്ചയമായിട്ടും. ആഭ്യന്തരമന്ത്രിയൊക്കെ ശരിയാണ്, പക്ഷേ വളരെ സൂക്ഷിച്ച് കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ മനസ്സിലാക്കി ഒഴിവാക്കേണ്ടവർ ഒഴിവാക്കി പോയില്ലെങ്കിൽ അടി പാഴ്സലായിട്ട് വരും. ഇവിടെന്താ വായിച്ച് 4 സാമ്രാജ്യങ്ങൾ. ആ സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ കാറ്റുകളെയാണ്. അപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ കാറ്റുകൾ, സ്പിരിറ്റുകളാണ് മനുഷ്യരിൽ ഹേമം ഉണ്ടാക്കുന്നത്. ആ ഹേമമാണ് ഈ പറഞ്ഞ 102 സീറ്റിനും കേരളം ഇന്ന് കണ്ട സാക്ഷികൾ. അല്ലെങ്കിൽ ഇത്രയൊന്നും കിട്ടത്തില്ല, യാതൊരു വിധത്തിലും കിട്ടത്തില്ല. ഒരു വ്യക്തികൾ പോലും പറഞ്ഞില്ല 90 മേളിൽ കിട്ടുമെന്ന് പറഞ്ഞില്ല. വി ടി സതീശൻ പറഞ്ഞൊരു കാരണം, ആ ദൈവദാസന് കൂടെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞാണ് പുള്ളി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അനേക മന്ത്രിമാർ വീഴുമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ് 12-ലധികം വീഴും, 12 പേര് വീഴുന്നതാണ്. അത് ഈ പ്രവാചകർ കൊടുത്ത ആലോചനയാണ് വി ടി സതീശൻ 102 പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ കൃത്യമായിട്ട് പറഞ്ഞു 100-ൽ മേളിൽ വരും. അതിനല്ലേ സതീശൻ പറഞ്ഞു, അത് ഏറ്റു പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പ്രവാചകരിൽ കൂടെ പറഞ്ഞ കാര്യങ്ങൾ സതീശൻ ഏറ്റു പറഞ്ഞു. 100+ മന്ത്രിമാരെല്ലാം, അനേക മന്ത്രിമാർ വീഴും. നിങ്ങൾ ആ വീഡിയോ കേട്ടാൽ അറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയാണ്, അല്ലാതെ സതീശൻ്റെ വ്യക്തിത്വം മാത്രമല്ല. സതീശനെ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ ആലോചന വിശ്വസിച്ചു, അത് ഏറ്റു പറഞ്ഞു. അതിന് ധൈര്യം വേണ്ടേ? ആ വിശ്വാസത്തിൻ്റെ ധൈര്യമാണ് ഇത്. ഞാൻ ഓതറയിരിക്കുന്ന സമയത്ത് ജോസഫ് പുതുശ്ശേരി, അന്ന് കല്ലൂപ്പാറയിലെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ എതിരാളി ശക്തനായ ഒരാളാണ്. ആരാ? കല്ലൂപ്പാറ TS ജോൺ സാറാണ് അതിൻ്റെ എതിര്. സിറ്റിംഗ് MLA ആണ്, ശക്തനാണ്, പണമുണ്ട്, അദ്ദേഹം ജയിക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും വിധി എഴുതി. ഈ ജോസഫ് പുതുശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹം ഓതറ ഫെയ്ത്തോട് വന്നു. ഓതറ ഫെയ്ത്തോട് വന്നിങ്ങനെ എന്നോട് സങ്കടം പറഞ്ഞു, ഭാഷ ജയിക്കത്തില്ല, കാരണം TS ജോൺ എല്ലാ വിധത്തിലും മതിപ്പ് അംഗീകരണമുണ്ട്, പൈസ ഇറക്കുന്നു പറഞ്ഞു. അപ്പോൾ ആര് ജയിച്ചാൽ നമുക്ക് തന്നെ. ഞാനിങ്ങനെ കേട്ടിങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ക്യൂക്കുണ്ടായി. ഞാൻ പറഞ്ഞു, സാറേ പുതുശ്ശേരി സാറേ പോയി കിടന്ന് ഉറങ്ങിക്കോളാം പറഞ്ഞു. പോയി കിടന്ന് ഉറങ്ങിക്കോ, നിങ്ങൾ 10,000-ലധികം വോട്ടിനെ ജയിക്കുമെന്ന് പറഞ്ഞു. അതിന് രസമില്ല, പുള്ളി ചാടിയൊക്കെ എഴുന്നേറ്റു. വിശ്വസിച്ചുകൊണ്ട് എന്നോട് താങ്ക്സ് പറഞ്ഞു. ഒറ്റ ഓട്ടം മണ്ഡലം ഓഫീസിൽ നിന്ന് കേരള കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു, ഇങ്ങനെ പാർഷ പറഞ്ഞു 10,000-ലധികം വോട്ട് ജയിക്കുമെന്ന് പറഞ്ഞു. അവർ പറയും, അങ്ങനെ ദൈവം ജയിപ്പിച്ചാൽ പോലും, ജയിക്കാൻ വഴിയില്ല, ദൈവം ജയിപ്പിച്ചാൽ പോലും 1000 വോട്ടിൽ കൂടുതൽ ജയിക്കത്തില്ലെന്ന്.
അവസാന ഇലക്ഷൻ ഉണ്ടപ്പം നമുക്കൊരു ജിജ്ഞാസയുണ്ടല്ലോ. ഞാൻ റേഡിയോ തുറന്ന് വെച്ചിരിക്കുക. ഇവരിങ്ങനെ മാറി 500 200 കയറി അവസാനം 1000 വോട്ടിന് ഭൂരിപക്ഷം പുതുശ്ശേരി വന്നു. ഇനി 7 ബൂത്ത് എണ്ണാൻ കിടക്കുക. അതാ രസം, 7 ബൂത്ത് എണ്ണാൻ കിടക്കുക. അത് മുഴുവൻ LDFിൻ്റെ കോട്ടയാണ് ഈ പ്രാവശ്യം ഇലക്ഷൻ പോലെ. അപ്പോൾ ഈ പുതുശ്ശേരിയുടെ അപ്പൻ എന്നെ വിളിച്ചു, പക്ഷേ ഇനി ഉണ്ണാനുള്ളതെല്ലാം LDFിൻ്റെ കോട്ടയാണ്, അപ്പോൾ എങ്ങനെ നടക്കും, ഇനി അവർക്കാണ് ഭൂരിപക്ഷം ഒന്നും. ഞാൻ പറഞ്ഞു ഏതായാലും ദൈവാത്മാവിൽ ഒരു ഹേമത്തിൽ പറഞ്ഞാലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത 7 ബൂത്ത് വേണ്ടി 11,000-ലധികം ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം ജയിച്ചു. പിറ്റേ ദിവസം വെളുപ്പിനെ അവിടെ വന്നു. ഏതാ അടുത്ത സ്വീകരണത്തിന് പോകുന്നതിന് മുമ്പ് പുള്ളി പരിവാരം കൂടെ ഓതറ ഫെയ്ത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു വിടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിലതൊക്കെ നടക്കും. അതിപ്പോൾ ഞങ്ങളുടെ സിദ്ധി കൊണ്ടല്ല, ചില സമയത്ത് ദൈവം ആരും കൊണ്ടെങ്കിലും പറയിപ്പിക്കും. അത് ഞാനല്ല വേർത്തിന്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് തന്നെ അടുത്ത് പറയിപ്പിക്കുന്നില്ല. അങ്ങനെ പറയാൻ പോയി ചിലർ തെറ്റിപ്പോവും. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം ആരെങ്കിലും ഉപയോഗിക്കും. എനിവേ, അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ കണക്കാണ് സതീശൻ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം ദൈവമാണ് പറഞ്ഞത് 100+ ആദ്യം പറഞ്ഞത്, സതീശനല്ല. 100+ എന്നുള്ളത് ആദ്യം പ്രഖ്യാപിച്ച ദൈവമാണ്. ഈ പ്രാവശ്യം അനേക മന്ത്രിമാർ വീഴും. കാരണം അവരുടെ ഭരണം ദൈവത്തിന് പ്രസാദമില്ലാതായിപ്പോയി, നിഗളികളായിപ്പോയി, തന്നിഷ്ടക്കാരായിപ്പോയി, സ്വാർത്ഥത ദൂർത്തും. അപ്പോൾ അങ്ങനെ നടന്നില്ലേ? അപ്പോൾ ദൈവമാണ് ആദ്യം പറഞ്ഞത്. അത് സതീശൻ ഏറ്റു പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സതീശന് പറയാനൊക്കെ പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞാന്ന് പറയാം. അപ്പോൾ ഇതുപോലെയാണ് ഈ കാറ്റടിക്കുമ്പോൾ ഭരണം മാറും. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. വായിച്ച് 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യം മുതൽ വായിച്ച്. അതായത് ആഹാബ് എന്ന് പറയുന്നതാണ്, അവൻ മഹാവർഷത്തിൽ കാണിച്ച് അവൻ്റെ ഭാര്യ ഇസബേൽ മഹാ അഹങ്കാരിയും വേശിയും തന്നിഷ്ടക്കാരിയും സാധാരണക്കാരെയെല്ലാം കൊല ചെയ്യാനുള്ളതായ ഭയങ്കര തീവ്രമായ സ്പിരിറ്റ്. ഈ ആഹാബ് അതിന് ചേർന്ന് നിന്ന് സൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭരണം മാറണം, ഈ ഭരണം മാറണം. അതിന് ദൈവം പദ്ധതി ഇട്ടു, ഇവൻ്റെ ഫലത്തെ മാറ്റണം. പക്ഷെ അവൻ ഭയങ്കര കടിഞ്ഞാണ്. ആഹാബ് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പക്ഷത്തുള്ളതായ ഒരു യഹോശാഫാത്ത് എന്ന് പറയുന്ന ഒരുത്തിനെ കൂട്ടിന് പിടിച്ചു. ഇവർ ഇസ്രായേലും യഹൂദയും ചേട്ടനും അനിയനുമല്ലേ. നീ എന്നെ യുദ്ധത്തിന് സഹായിക്കണം, നമുക്ക് യുദ്ധത്തിന്. അപ്പം ആഹാബിനറിയാം തൻ്റെ കൂടെ ദൈവമില്ല. എന്നാൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ കൂടെ കൂട്ടിയാൽ തനിക്ക് എന്ത് ചെയ്യും? വോട്ടിൽ യുദ്ധത്തിൽ ജയിക്കാം എന്നൊരു കണക്കൂട്ടിൽ യഹോശാഫാത്തിന്. പക്ഷേ യഹോശാഫാത്തിന് മനസ്സിലായില്ല ഈ തട്ടിപ്പും തന്ത്രവും. അതുകൊണ്ടാണ് സുധീരൻ പറഞ്ഞൊരു കാര്യം, കൂടെ നിൽക്കുന്നവരെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവനായിരിക്കും ഇതിൻ്റെ ശത്രുക്കൾ. അത് കറക്റ്റാണ്. അപ്പോൾ യഹോശാഫാത്ത് ഭാവമേ നമ്മുടെ സഹോദരനല്ലേ, പോയി സഹായിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ആഹാബുമായിട്ട് യുദ്ധത്തിനൊരുങ്ങി. അപ്പോൾ ആഹാബിനറിയാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരും എല്ലാം ഉണ്ടോ ആലോചന കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇവനെ സ്തുതി പുകഴ്ത്തുന്ന, കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പാടി സ്തുതിച്ച പോലെ അങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന കുറേ പ്രവാചകന്മാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സാംസ്കാരിക നായകന്മാർ, വനിതാ കമ്മീഷൻ, ഇവരൊക്കെ കൂട്ടി വീട്ടിൽ പോയിരിക്കില്ല. ഒരുത്തിന് നാമില്ലായിരുന്നല്ലോ. ഈ സർക്കാരിനെതിരായിട്ടൊരു വാ തുറക്കാൻ ഒരൊറ്റ സംസ്കാര നായകന്മാർ വിരലുണ്ടാവും, ബാക്കിയെല്ലാം അദ്ദേഹം ഇനി നോക്കിയോണം. UDFൻ്റെ മറ്റത് അടി കിട്ടും, ചിലപ്പോൾ തല കാണത്തില്ല. അതുകൊണ്ടാണ് സാംസ്കാരിക നായകന്മാരും ഈ എഴുത്തുകാരും അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഭയങ്കര വാതി പഠിച്ചു വന്നവനെയൊക്കെ ഈ പ്രദേശത്തെ കാണാനില്ല. ഈ കഴിഞ്ഞ പിണറായിയുടെ ഭരണത്തിൽ. കാരണം അവൻ തകർക്കും, തല വെട്ടിക്കളയും, അല്ലെ അടി വീഴും. അപ്പോൾ പേടിച്ചു. എന്നാൽ ഇനിയിപ്പോൾ നോക്കണം, UDFൻ്റെ കാലത്ത് ഇവന്മാരെല്ലാം തലപൊക്കിയിട്ട് വരും. അതങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇവരുടെ ഭരണം മാറണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിർദ്ദേശമായതുകൊണ്ട് ആഹാബിനെ തട്ടണം. ആഹാബിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവൻ അത്ര ദുഷ്ടനായി മാറി. അതുകൊണ്ടാണ് യുദ്ധം നടക്കാൻ പോകുന്ന സമയത്തിൽ ആഹാബ് എന്ത് ചെയ്തു? യഹോശാഫാത്തിനെ കൂട്ടുപിടിച്ചു. യഹോശാഫാത്തിനെ കൂട്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട്, അവരോടൊന്ന് ആലോചിക്കാം. നിങ്ങൾക്കറിയാം, ഈ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ള പ്രവാചകന്മാരോടും ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വിജയൻ കണ്ടില്ലേ, ജോസഫ് വിജയൻ തനിക്ക് ആലോചന കൊടുത്ത ഒരാളെ തൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അത് പിന്നെ പ്രശ്നമായി. ഈ VT സതീശൻ ഈ പ്രവചിച്ച പ്രവാചകനെ ആദ്യം വിളിച്ചു.
നിങ്ങൾ പറഞ്ഞ പോലെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞ് വിളിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആലോചന കൊടുക്കുന്ന പ്രവാചകന്മാരും വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ മീഖ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പക്ഷത്ത്. ബാക്കിയുള്ള നൂറുകണക്കിന് പേരും ഫോഷ്കിൻ്റെ പ്രവചനം നടത്തത്തുള്ളൂ. അവന്മാർ രാജാവിനെ സ്തുതിച്ച് പറയുന്നതല്ല, സത്യം പറയത്തില്ല. കാരണം സമ്മാനം കിട്ടണം, തട്ട് കിട്ടരുത്, അതുകൊണ്ട് ഫോഷ്കിൻ്റെ പ്രവചനമെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കള്ളപ്രവാചകന്മാർ വന്ന് ഇവനെ സ്തുതിച്ചപ്പോഴോ രാജാവിന് അന്നേരം അറിയാം ഇവന്മാർ വന്ന് നമ്മളെ സ്തുതിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാണ്, പക്ഷേ സത്യമായിരിക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ വല്ലവരും ഉണ്ടോ എന്ന് നോക്കി വന്നു. അപ്പോൾ മീഖ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിൽ തോറ്റുപോകും, നിങ്ങൾ വെട്ടപ്പെടും, ആളുകൾ ചെതറും എന്നൊക്കെ അദ്ദേഹത്തെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിടാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ കള്ളപ്രവാചകന്മാരുടെ വായിൽ ഇത് വന്നെന്നുള്ളത് നോക്കുമ്പോൾ ഒരു ഫോഷ്കിൻ്റെ ആത്മാവ് വന്ന്, അപ്പോൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഫോഷ്കിൻ്റെ ആത്മാവ് വന്ന് ഇവരെ കൊണ്ട് ഫോഷ്ക്ക് പറയിപ്പിക്കുകയാണ്. നോക്കണം, ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഒരുപാട് ഫോഷ്ക്ക് പറയുന്ന കാലമാണ്. ഇല്ലാത്തതിനെ പൊക്കി 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 പറയുന്ന അതൊരു ആത്മാവാണ്. വായിച്ച വാക്യം താഴോട്ട് വായിക്കും. അവൻ എന്നാലും ഒരാത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. നോക്കണം, ഒരാത്മാവ്. ഇപ്പം പല ആത്മാവുണ്ട്, വശീകരിക്കുന്ന ആത്മാവ്, തന്ത്രത്തിൻ്റെ സൂത്രത്തിൽ എല്ലാ ആത്മാവുണ്ട്. അപ്പോൾ ഒരാത്മാവ് മുന്നോട്ട് വന്നിട്ട് ഞാൻ അവനെ വശീകരിക്കുമെന്ന് നോക്കണം, ഞാൻ അവനെ വശീകരിക്കും. കഴിഞ്ഞ സർക്കാരിനെ നാം നോക്കി ആർക്കെങ്കിലും വാതിറക്കാൻ സാധിച്ചിട്ടുണ്ടോ? എല്ലാവരും മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് ഇങ്ങനെ വാനോളം പൂഴ്ത്തിയതാണ്. എല്ലാവരും അടിപ്പെട്ടു, വീണാ ജോർജ് ഉൾപ്പെടെ, ഇല്ലേ? നമ്മൾ കണ്ടു. എന്നാലിപ്പോൾ പുള്ളി തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാവരും വാതിറക്കാൻ തുടങ്ങി. കാരണം സ്ഥാനമില്ലല്ലോ, അതുകൊണ്ട് ചിട്ടിക്കത്തില്ല, ആഭ്യന്തരമില്ലല്ലോ. അപ്പോൾ അതങ്ങനെ സംഭവം നടക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? ഇവനെ തറ പറ്റിക്കാൻ, ഇവൻ്റെ ആ സ്പിരിറ്റ് എടുത്തോണം ഫോഷ്കിൻ്റെ ആത്മാവ് വന്ന് ഈ കള്ളപ്രവാചകന്മാർ ഇതിൽ കയറി, മനസ്സിൽ കയറിയിട്ട് അവരെല്ലാം രാജാവിനോട് പറഞ്ഞു, യുദ്ധത്തിന് പൊക്കോ. അതന്നെല്ലാം ഇവിടെ പറഞ്ഞു, ഈ ഇലക്ഷൻ പൊക്കോ, നിങ്ങളായിരിക്കും ജയിക്കുന്നത്. അതിന് വലിയ കട്ടോട്ടം വെച്ചതെല്ലാം പണികളാണ് ചെയ്ത് ഇതുമാത്രം കോടികളിറക്കി. അവസാനം ഇതുപോലൊരു അടി LDF സർക്കാരിന് കിട്ടാനുണ്ടോ? ഇപ്പോൾ തന്നെ എല്ലാവന്മാരും മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അത് മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സ്പിരിറ്റുകളുടെ പ്രവൃത്തിയാണ്. ഏതാ മുഖ്യമന്ത്രി ഒരു പാവം സാധു, അങ്ങേര് ഇതിന് വശീകരിക്കപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കാര്യപ്രാപ്തിയുള്ളവരാണെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനത്തിന് വിട്ടുകൊടുക്കുമോ? ഒരു KM ജോസഫ്, ആ പുള്ളി രാജിവെച്ച് ജീവനെ കൊണ്ടുകൂടി. പുള്ളിയായിരുന്നു ഏറ്റവും വലിയ ഉപദേഷ്ടാവ്. തോറ്റെന്നറിഞ്ഞപ്പോൾ ഇനി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കും പുള്ളി ജീവനെ കൊണ്ടുകൂടി. അതുവരെയും പൊക്കി 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 പറഞ്ഞ് നിങ്ങളാണ് അടുത്ത ഇലക്ഷൻ ഭൂരിപക്ഷത്തോടെ വരും. ഇത് പുള്ളി അങ്ങ് വിശ്വസിച്ച് പാവമായതുകൊണ്ടല്ലേ. അപ്പോൾ പിണറായി വിജയൻ ഒരു പാവത്താനാണ്, ഒരു മണ്ടനാണെന്ന് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വന്ന് ഫോഷ്ക്ക് പറയുമ്പോൾ മനസ്സിലാകണ്ടേ. അപ്പോൾ അതിനെ വശീകരിക്കാൻ ഈ ഫോഷ്കിൻ്റെ ആത്മാവ് ഈ സോഷ്യൽ മീഡിയമാരെ പൂഴ്ത്തുന്നവരുടെ കൂട്ടത്തിലെല്ലാം കയറി കഴിഞ്ഞു. അങ്ങനെ ആ ഫോഷ്കിൻ്റെ ആത്മാവ് വന്ന് ആഹാബിന് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങളായിരിക്കും ജയിച്ച് കാരണഭൂതനല്ല പരമകാരണഭൂതനായിട്ട് വരും, മഹോന്നതനായിട്ട് വരുമെന്ന് പറഞ്ഞ് പൊക്കി പറഞ്ഞുകൊണ്ട് അവനെന്ത് ചെയ്തു? അപ്പം മീഖ പറഞ്ഞു, ഇല്ല, ഇതാണ് സത്യം, അവനെപ്പോഴും ജയിലിടെ. അതല്ലാണ് കഴിഞ്ഞ കാലത്ത് സത്യം പറഞ്ഞ നേതാവല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥന്മാർ, ജേക്കബ് തോമസ്, അല്ലെങ്കിൽ ഈ അടുത്ത 2-3 പേരെ കളഞ്ഞില്ലേ, അശോക്, എല്ലാവരും സസ്പെൻഡ് ചെയ്ത് കളഞ്ഞില്ല. അത് ഫോഷ്ക്ക് പറയുന്നവരെല്ലാം കൂടെ നിർത്തി. ഈ സെയിം ആത്മാവാണ് പ്രവർത്തിച്ചത്. അവസാനം ഈ ഫോഷ്കിൻ്റെ ആത്മാവ് പറയുന്നതെല്ലാം വിശ്വസിച്ച്. ഇത് നമ്മുടെ ഇടയിലൂടെ കേട്ടോ. സെൻട്രൽ പാസ്റ്റർമാർ സൂക്ഷിച്ചോണം, ലോക്കൽ പാസ്റ്റർമാരും വേലക്കാർ സൂക്ഷിച്ചോണം. ഫോഷ്ക്ക് പറഞ്ഞ് വരുന്ന വിശ്വാസികളുണ്ട്. ഫോഷ്കിൻ്റെ ആത്മാവിന് അധീനമായ കൂട്ടുവേലക്കാരുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഹാബിന് പറ്റിയ പോലെ തറ പറ്റും. കാരണം അവനും അതാണ് ഫോഷ്ക്ക് വിശ്വസിക്കുമാർ. തെസ്സലോനിക്ക ലേഖനത്തിൽ വാക്യമുണ്ട്, 2 തെസ്സലോനിക്കർ, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. വായിച്ച 2-ന്റെ തമിഴ് മലയാളന്മാർ 2 തെസ്സലോനിക്കർ 2-ന്റെ 11 വാക്യം വായിക്കാം. സത്യത്തെ വിശ്വസിക്കാതെ ശ്രദ്ധിച്ചോണം, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്
അയക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവായുസ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതാണ് ആവശ്യം. ഇവരുടെ വീഴ്ചയ്ക്ക് ഇവർ സത്യം വിശ്വസിക്കുന്ന പിന്നെ നീ ഫോർക്ക് വിശ്വസിച്ചു, അങ്ങനെ തന്നെ നയിച്ച് താഴെ വീണു. തമിഴ് പഠിക്കുകയാണ്. ஆகையால் சத்தியத்தை விசுவாசியாமல் நீதியில் பிரியப்படுகிற யாவரும் ஆக்கினைக்குள்ளாக்கப்படும்படிக்கு அவர்கள் பொய்யை விசுவாசிக்கத்தக்கதாக கொடிய വഞ്ചകത്തെ தேவன் அவர்களுக்கு அனுப்புவார். ദൈവം അയച്ചുകൊണ്ട് ദൈവം അനുവദിക്കുന്നു. അങ്ങനെയാണ് ആഹാബിൻ്റെ അടുത്ത് വന്ന് ഈ കള്ളപ്രവാചകന്മാരെല്ലാം പുള്ളിയെ പുകഴ്ത്തി പൊക്കി ഭയങ്കരമായിട്ട് പ്രശംസിച്ച് പറഞ്ഞു കൊടുത്തു. അതൊക്കെ വിശ്വസിച്ചു. സത്യം പറഞ്ഞവനെ കാരാഗ്രഹത്തിലടച്ചു. മിഖാവ് എന്ത് ചെയ്തു? ഞാൻ തിരിച്ചു വരുന്നത് വരെ വായിച്ച് അവൻ ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ്റെ കണ്ണിൽ വെള്ളവും കൊടുത്തു വേണം അവിടെ കാരാഗ്രഹത്തിലിടാൻ. ഈ വായിച്ചത് താഴെയുണ്ട് 20-ൻ്റെ 18 2 ദിനവൃത്താന്തം 18-ൻ്റെ യഹോവ അവനോട് ഏതിനാൻ എന്ന് ചോദിച്ചു. അതിനും അവൻ ഞാൻ ചെന്ന് അവന്റെ സകല പ്രവാചകന്മാരുടെ വായിൽ സഹോദരി മീഖായ കാരാഗ്രഹത്തിൽ അടിച്ചു വായിര് 26-ാം വാക്യം വായി. ഇവനെ കാരാഗ്രഹത്തിലാക്കി 25 മുതൽ വായിര് 25. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മീഖയാവെ പിടിച്ച് നഗരാധിപതിയായ ആമോനെയും രാജകുമാരനായ യോവാശിനെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കുക. സത്യം പറഞ്ഞവനെ കാരാഗ്രഹത്തിലാക്കുക. കഴിഞ്ഞ ഗവൺമെൻറ് അവരൊക്കെ തന്നെ നടത്തി. സത്യം പറഞ്ഞ രാജ്യത്തിന് ദോഷം വരാതിരിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ജേക്കബ് തോമസ്, അശോക്, പിന്നെ ഈ അടുത്ത സമയത്ത് വേറെ എത്ര പേരെ പിടിച്ച് ജയിലിലിട്ടു, എത്ര ചെറുപ്പക്കാർ തലതല്ലി പൊട്ടിച്ചു. കാരണം ഇതൊക്കെ വിശ്വസിക്കുകയാണ്. ഞാൻ മഹോന്നതനായി രാജരാജാവായി എന്തും വാഴുമെന്നങ്ങ് അന്ധമായിട്ട് ഈ ആത്മാവ് വിശ്വസിപ്പിച്ചതാണ് ഈ പൊട്ടന്മാർക്കെല്ലാം അങ്ങനെ പറ്റുന്നത്, ആഹാബ് ഉൾപ്പെടെ. അതാണ് നമുക്കും പറ്റുന്നത്. അവിടെ സൂക്ഷിച്ചോണം. കൂടെ വരുന്നവരുടെ ആലോചനകളെ മറ്റുള്ള തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി ഇല്ലെങ്കിൽ അതാ കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ബൈബിൾ വായിച്ചപ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കത്താവ് ഈ ജനങ്ങളുടെ നടത്തുവാൻ തിരിച്ചറിവിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ് എനിക്ക് തരണം. എനിക്ക് പടവും വേണ്ട, പ്രതാപവും വേണ്ട. നല്ലൊരു കാര്യമല്ലേ? അങ്ങനെ ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എനിക്ക് വിവേകം തരണം. അതുകൊണ്ടാണ് ആ പ്രവാചകനിൽ കൂടെ ആലോചന കൊടുത്തത്. നോക്കണം, പ്രവാചകൻ ആലോചന കൊടുക്കുന്നതിന് മുമ്പ് സതീശൻ പ്രാർത്ഥിച്ചത് എനിക്ക് ശലോമോനെ പോലെ ഈ ജനങ്ങളെ നടത്തുവാനുള്ള വിവേകവും ജ്ഞാനം തരണം. അപ്പോൾ കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേട്ടു. നീ ചോദിച്ച മാത്രമല്ല, ചോദിക്കാത്തതുകൊണ്ട് നിനക്ക് തരിക എന്നാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിലുള്ളത് അത് വായിക്കണ്ട. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞവരെ ഇവർക്ക് പിടിക്കത്തില്ല. ഇന്ന് ആത്മീയ ഗോളത്തിലുണ്ട് കേട്ടോ, ആത്മീയ ഗോളത്തിലുണ്ട്, TPM-ലും ഉണ്ട്. സത്യം പറയുന്നവരെ അവർക്ക് പിടിക്കത്തില്ല. അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ചിലർ, എല്ലാവരും ഒന്നുമില്ല, ചിലരേ ഉള്ളൂ. ഫോഴ്സ് പറയുന്നവരെ കൂടെ നിർത്തി ഇതുപോലെ പലരെ സംഘടിപ്പിച്ച് ഭൂരിപക്ഷം അവരായിരിക്കും. പക്ഷേ അവസാനം നിൻ്റെ ഗതി അധോഗതിയായിരിക്കും. സത്യം പറഞ്ഞ മീഖായെ വായിച്ചേ ഇല്ല, അതിൻ്റെ മേളത്തെ വാക്കിയോട് ചേർത്ത് വായിക്കും. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, നിങ്ങൾ മീഖായെ പിടിച്ച് നഗരാധിപതിയായ മീഖ സത്യം പറഞ്ഞപ്പോൾ രാജാവിനെ പിടിച്ചില്ല. ഫോർക്ക് പറഞ്ഞപ്പോൾ തന്നെ ഉയർത്തി പ്രശംസ പറഞ്ഞപ്പോൾ അവനെ പിടിച്ചു. വായിക്കാം. നിങ്ങൾ മീഖായെ പിടിച്ച് നഗരാധിപതിയായ ആമോനെയും രാജകുമാരനായ യോവാശിനെ അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ജയിച്ച് സമാധാനത്തോടെ അടുത്ത ചീഫ് മിനിസ്റ്ററായിട്ട് വരുമ്പോൾ നിന്നെയൊക്കെ കാണിക്കാം. അതുവരെ എന്ത് ചെയ്യണം? സസ്പെൻഷൻ, പിന്നെ സോഷ്യൽ മീഡിയയിലെ പരിഹാസം, എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തിങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒതുക്കുക, അല്ലെങ്കിൽ പ്രവാചകന്മാരെ ഒതുക്കുക. അത് അന്നുകൊണ്ട് അന്നത്തെ രാജാക്കന്മാർക്കുണ്ട്, ഇന്നത്തെ രാജാക്കന്മാർക്കുണ്ട്, ഇന്ത്യയിലെ മത നേതാക്കന്മാർക്കുണ്ട്, പാസ്റ്റർമാർക്കുണ്ട്. സൂക്ഷിച്ചോണം. അത് വായിക്കാം. കൽപ്പിച്ചിരിക്കുന്നു, രാജാവ് കൽപ്പിച്ചു. മീഖാവ് എന്ന് പറഞ്ഞു, അതിന് മീഖയാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരുളിച്ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. രാജാവോട് പറയും, നീ സമാധാനത്തോടെ മടങ്ങി വരത്തില്ല, നീ തോറ്റ് തൊപ്പിയിട്ട് തുന്നം പാടി ഇവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നോക്കണം. അതായിട്ട് വായിക്കാം. മതി. അവൻ പറഞ്ഞു. പ്രവാചകന് മടിയില്ല, പ്രവാചകൻ തല പോയാലും സത്യം പറയും. പിന്നീട് സംഭവിച്ചു തന്നെ ഇതെല്ലാം കേട്ടപ്പോഴേ
ഈ പറഞ്ഞ വലിയ സന്നാഹവും പരിവാരവും സെക്യൂരിറ്റിയായിട്ട് പോകുന്നവനെ മനസ്സിൽ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? ഭയമായി. അവൻ അടുത്ത പണി തന്നെ ചെയ്യുന്നറിയാമോ? പാവം മര്യാദക്കാരനായ ദൈവഭക്തനായ യഹോശാഫാത്തിന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ രാജവസ്ത്രമൊക്കെ ധരിച്ച് നീ രഥത്തിലിരുന്ന്. ഈ പൊട്ടർ മനസ്സിലാകേണ്ട, അതുകൊണ്ട് ചങ്ങാത്ത കുടുംബം സൂക്ഷിച്ച് വേണം കേട്ടോ. വേലക്കാരോടായാലും വിശ്വാസികളാണെങ്കിലും ഈ തന്ത്രശാലികളും ഈ നെറികെട്ടവന്മാരോടൊക്കെ കൂട്ടുകൂടാൻ പോയാൽ നിൻ്റെ ഗതി അധോഗതിയായിത്തീരും. സൂക്ഷിച്ചോണം. അതാണായാലും പെണ്ണായാലും ശരി. വലിയ സ്നേഹം കാണിച്ച് തന്ത്രം പറയുന്നതിൻ്റെ അടുത്ത് പോയി പെട്ടിൽ വീണ് നിൻ്റെ ഭാവി നശിക്കും, നിൻ്റെ കുടുംബം നശിക്കും. സൂക്ഷിച്ചോണം. വ്യവസ്ഥയില്ലാത്ത വേലക്കാരോട് ചേർന്ന് അന്യായം കാണിക്കുന്ന വിശ്വാസികൾ ഓർത്തോണം. ചില വേലക്കാരുടെ ഒരു മാനുഷിക സ്നേഹമുണ്ട്, ചില ജനസ്നേഹമുണ്ട്, ചില സമുദായ സ്നേഹങ്ങളുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച കാര്യങ്ങളായി പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? നടത്തിപ്പിന് കൂടെ ആപ്പ് വെക്കാൻ തുടങ്ങും. നടത്തിപ്പ് തകർന്നാലും വിഷയമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടം നടക്കണം. ഇവിടെയുണ്ട് ആത്മാവ്, ഞാൻ അനുഭവിച്ചതല്ലേ. ഇപ്പോഴും കൊണ്ട് മാറിയിട്ടില്ല. അടുത്ത നടത്തിപ്പ് വരുമ്പോൾ ഇതൊക്കെ പൊങ്ങി വരും, അടി കിട്ടും. അതോടുകൂടി അവൻ്റെയൊക്കെ അഭ്യാസം തീരുകയും ചെയ്യും. ഇപ്പോൾ ഒരു സാവകാശം കൊടുത്തിരിക്കുക, അവർ സൂക്ഷിച്ചോണം കേട്ടോ. ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ സൂക്ഷിക്കണം. അടുത്ത സമയത്ത് നിങ്ങൾ ചിലരെയൊക്കെ തലയ്ക്ക് തട്ട് കിട്ടുന്ന സമയമാണ്. ആ തട്ടിച്ചിരി ഭയങ്കരമായിരിക്കും, കുടുംബത്തിൽ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് 1-2 പേരുണ്ട്, ഞാൻ 2-1 3-4 പേരുണ്ട്, സൂക്ഷിച്ചോണം. മര്യാദയ്ക്ക് ദൈവത്തെ ഭയപ്പെട്ട് സത്യത്തോട് ചേർന്ന് നിന്നോണം. ഇല്ല തല പൊങ്ങും, ഇങ്ങനെ താന്ന് കിടക്കുന്നതെല്ലാം പൊങ്ങും. അടുത്ത വീട്ടിലൊരു പൊക്കാൻ ഇട കൊടുക്കും. അപ്പോഴാണ് കഴിഞ്ഞ വീട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മറ്റേ മറിച്ചാന്ന് പറഞ്ഞിങ്ങനെ പൊങ്ങി വരും. അടി പാഴ്സലായിട്ട് വരും. സൂക്ഷിച്ചോണം. അത് പിന്നെ ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് പറഞ്ഞു തരാം. പാട്ട് വരും. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവ് യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ രാജാവ് ശ്രദ്ധിച്ചോണം, ഇവന്മാരെ ഭയങ്കര തന്ത്രശാലികളാണ്. ഇത് വിശ്വാസികളും 2 ഗ്രൂപ്പുണ്ട്, ഇസ്രായേലിന്ന് യഹൂദയെന്ന്. വേലക്കാരനുണ്ട്. ഈ ഇസ്രായേൽ വംശം എന്ന് പറയുന്ന പാർട്ടികൾ തൻ്റെ സുഖവും സന്തോഷവും താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യഹൂദയതല്ല, ഇപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്താണ്. നിങ്ങളിൽ തിരിച്ചറിയാം, നിങ്ങളിൽ ഏതാണ് ഇസ്രായേലിയർ? ദൈവവിഷയമായ കാര്യത്തിൽ ശുഷ്കാന്തി ഉത്സാഹവും അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന വിശ്വാസികളും വേലക്കാർ യഹൂദയാണ്. തങ്ങളുടെ ജനസ്നേഹവും താല്പര്യങ്ങൾക്ക് വേണ്ടി കാട്ടായം കാണിക്കുന്ന നമ്മുടെ വേലക്കാരും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവർ. യവന്മാരുടെ പണി എന്താണെന്ന് പറയുക, ഇവരുടെ പരിപാടികളെ തങ്ങളെ പോഷിപ്പിക്കുക, തങ്ങളുടെ സുഖം, തങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ അവർ സഹിക്കാൻ പറ്റും. ഇതാണ് ഇസ്രായേൽ. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? സൂത്രങ്ങൾ ഉപയോഗിക്കും, തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇത് സാധാരണ വിശ്വാസികൾക്കും ചില വേലക്കാർക്കും അറിയത്തില്ലോ. നമ്മുടെ ആളുകളല്ലേ, എല്ലാം വെള്ളവസ്ത്രധാരിയല്ലേ, എല്ലാം മീശ പിടിച്ചവന്മാരല്ലേ, എല്ലാം കുമളി പെന്തിക്കോസിൽ ബാനറിലുള്ളതല്ലെന്ന് പറഞ്ഞ് പാവങ്ങൾ കളിപ്പി. അത് വരാതിരിക്കാൻ ഞങ്ങൾ തുറന്ന് പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ രാജാവ് വായിക്കാം. എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും. ഞാൻ വേഷം മാറി. അപ്പോൾ ഇവരുടെ പണിയാണ് വേഷം മാറുക. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ പോലെ ചെറിയാച്ച സൂക്ഷിച്ചോണം. ഒരാളെപ്പറ്റി, എൻ്റെ കൂടെയുള്ള ഒരാളെപ്പറ്റി പറഞ്ഞു, ഇപ്പോഴല്ല നേരത്തെ, അത് കള്ളിനും ചെത്തും ചക്കരയ്ക്കും ചെത്തും, സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു കേട്ടോ. എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പം ഒരു പാസ്റ്റർ പറഞ്ഞാണ്, കുമ്പളിക്ക് വരും പറഞ്ഞാൽ, കൂടെ ഒരാളുണ്ട് സൂക്ഷിച്ചോണം, കള്ളിനും ചെത്തും ചക്കരയ്ക്ക് ഏത് വേഷവും കിട്ടും. ആരെയും നല്ല മയത്തിൽ സംസാരിച്ച് പോകട്ടിടും. ഇല്ലാത്ത ഫോർക്ക് സത്യമാണെന്ന് സ്ഥാപിക്കാൻ. പക്ഷേ അവസാനം കുഴഞ്ഞു പോയില്ലേ? അങ്ങനെയെല്ലാം കുഴഞ്ഞു പോകും. അതായി പഠിപ്പിക്കുന്നത്. അതിനാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾക്കറിയാലോ, മുമ്പൊക്കെ ഈ വചനം വരുമ്പോൾ ചില എഴുന്നേറ്റ് ഓടുന്നു വിട്ടിട്ടില്ലേ? വാക്യം വായിക്കുമ്പോൾ എഴുന്നേറ്റ് ഓടുക, കാരണം സഹിക്കാനൊക്കത്തില്ല. എന്നിട്ട് അപ്പുറത്ത് പോയി ഫോർക്ക് പറഞ്ഞ് ഇവിടെ ചില വിശ്വാസികളെയും ചില നടത്തിപ്പുകാരെല്ലാം തെറ്റിച്ച് പോകുന്ന വേലക്കാരുണ്ട്, വിശ്വാസികളുണ്ട്. ഇത് നിങ്ങൾ തുറന്ന് പഠിപ്പിച്ചില്ല, പിന്നെ ആര് പഠിപ്പിക്കാനാണ്? പിന്നെ എന്തിനാണോ ചെറിയാകുഞ്ഞ് നിന്നെ പിടിച്ച് ഇവിടെ അധ്യക്ഷനാക്കി വെച്ച് ദൈവം ചോദിച്ചാണെന്ന് പറയും. അത് കർത്താവ് ഇവന് തന്ന ശാപ്പാട് പഠിച്ച് ഈ വിശ്വാസികളെ കാശും വാങ്ങിച്ച് അമ്പാടി ഹോട്ടലിൽ പോയി ബിരിയാണി അടിച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ ഇറങ്ങി അടിച്ച് പിന്നെ ദേശം അതിനാണോ? ഇവിടെ ഇനിയെങ്കിലും മനസ്സിലാക്കേ. നിങ്ങൾ ചിലരോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഇനിയെങ്കിലും നിൻ്റെ കണ്ണ് തുറക്കേ. ചുരുക്കം പേരേ ഉള്ളൂ. എന്നാൽ നീ നിൻ്റെ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടും. ബാധി ഒഴിയും. അല്ലെങ്കിൽ ആയുഷ്കാലം നിൻ്റെ കുടുംബത്തിൽ നിന്ന് ബാധി ഒഴിയത്തില്ല. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കേ, അനീതിക്ക് കൂട്ടി നിൽക്കാതെ. വൈര് നോക്കണം. രാജാവിന് തന്ത്രം നോക്കി, ഇസ്രായേലിൻ്റെ ബുദ്ധി നോക്കി. ഞാൻ വേഷം മാറി പടയിൽ കിടക്കും, നീ എൻ്റെ വേഷം ധരിച്ച് നിന്നോണം. അപ്പോൾ അടി കിട്ടിയാൽ ആർക്ക് കിട്ടും? നോക്കണേ, ഈ തന്ത്രങ്ങളെ ഗ്രഹിക്കണം.
ചില വേലക്കാരും വിശ്വാസികൾ ഈ അഭ്യാസമുള്ളവരുണ്ട് കേട്ടോ. വായിച്ചേ. നീയോ രാജവസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ആ. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് നോക്കണം, പാവം യഹോശാഫാത്ത് എൻ്റെ ചേട്ട സഹോദരനല്ലേ, അവൻ പറഞ്ഞു കേട്ട് ഈ പുള്ളി നടത്തിപ്പിനെ അനുസരിക്കുക. നോക്കണം, ഈ പുള്ളി നടത്തിപ്പിനെ അനുസരിച്ചുകൊണ്ട് അവരെന്തുദ്ദേശത്തോടാണ്. അതാണ് ചില നടത്തിപ്പുകാർ പറയുന്ന ചില തന്ത്രങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. അയ്യോ, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞതാണ്, ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞതാണ്. എടോ, തനിക്ക് പരിശുദ്ധാത്മാവില്ലേ, കുറേ വിവേചിക്കണ്ടേ? ഈ പാർട്ടികൾ പറയുന്നതിനെക്കുറിച്ച് വിവേചിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ നീ അടിമയായി പോവും. ആ വിവേചന ശക്തി നമുക്ക് നഷ്ടപ്പെടാൻ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാപിച്ചോണം. വായിക്കാം. എന്നാൽ അരാം രാജാവ് തന്റെ രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത്. ഇതാരെ തകർക്കാൻ ദൈവം വിട്ടിരിക്കുന്ന? ഈ ഭരണം മാറ്റാനും ഈ തലവനെ തട്ടാൻ വേണ്ടി മാത്രമാണ് യുദ്ധം. മനസ്സിലാവുന്നു? ഭരണം മാറണം, തലവനെ തട്ടണം, അതിനാണ് യുദ്ധം. വായിക്കാം. ഇസ്രായേൽ രാജാവിന് തന്ത്രമെന്ന് അടികിട്ടി അവൻ കിട്ടിക്കൊണ്ട് ഞാൻ രംഗപ്പുറത്തോട് രക്ഷപ്പെട്ടു പോകാം എന്നാണ് അവൻ ധരിച്ചത്. യുക്തി ബുദ്ധി. പാവ യഹോശാഫാത്ത് മനസ്സിലാകാതെ അവൻ ചേട്ടച്ചാർ പറഞ്ഞ് നടത്തിപ്പ് അനുസരിച്ച് വേഷം മാറി അല്ലെങ്കിൽ രാജാവസ്ത്രം ധരിച്ചിരിക്കുകയാണ്. കണ്ടപ്പോൾ ഇവനാണെന്ന് വിചാരിച്ചുകൊണ്ട് അവനെ ചെയ്യാൻ തുടങ്ങി. ഈ പാവത്തിന് ഇതറിയാവുക. അവൻ നിലവിളിക്കുന്നവനാ. യഹോവയോട് നിലവിളിച്ചു, ദൈവൻ്റെ നിലവിളി കേട്ടു. ഈ യഹോശാഫാത്തിന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, ഇവൻ്റെ തന്ത്രവും മനസ്സിലാകാഞ്ഞോണ്ട് പറ്റിപ്പോയതാ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. വായിക്കാം. നിലവിളിച്ചു. അത് ഓർത്തോണം, അബദ്ധത്തിൽ ചാടിയാൽ, ആരുടെയെങ്കിലും വെട്ടിൽ വീണാൽ, ആരെങ്കിലും നമ്മളെ ചതിവിലാക്കിയാൽ ഒറ്റ വിടിയേ ഉള്ളൂ, നിലവിളിക്കുക. 50-ാം സങ്കീർത്തനത്തിൽ 15-ാം വാക്യം ഇതാ വായിച്ചേ. 50-ാം സങ്കീർത്തനത്തിൽ 15-ാം വാക്യം വായിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. വേറെ ഒരു വഴിയില്ല കേട്ടോ, വേറെ ഒരു മാർഗമൊന്നുമില്ല, നിങ്ങൾ നിലവിളിച്ചാൽ മതി. അങ്ങനെ നിലവിളിച്ചപ്പോൾ വായിക്കാം. മതി, മറ്റേ വാക്യം പറ. അതിന് വായിച്ച് യഹോശാഫാത്ത് നിലവിളിച്ചു. വായിക്കാം. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് മനസ്സിലായി ഇവൻ രാജാവല്ല. സഹായിച്ചു. യഹോവ അവനെ സഹായിച്ചു. ഇപ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ 42 MLA-മാരും സതീശനെ വേണ്ട, വേറൊരാളെ മതി, ഇല്ലേ? അത് സതീശന് നന്മയായി. പണ്ട് ദാവീദിൻ്റെ ചരിത്രം വായിക്കുന്ന പോലെ ദാവീദിൻ്റെ കൂടെയുള്ളവർ ദാവീദിനെ കല്ലെറിയാൻ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അവന് കൂടെയുള്ളവന്മാർക്ക് ഇനി മേലോട്ട് നോക്കാൻ ഒക്കുമോ? ഈ സതീശനെ തള്ളിപ്പറഞ്ഞ MLA-മാർ ഇനി സതീശനെ ഓർത്ത് നോക്കാൻ ഒക്കുമോ? ദൈവം അവനെ ആക്കി വെച്ചു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇതാ ദൈവം അവനെ സഹായിച്ചു. വായിക്കാം. തോന്നിച്ചു. അപ്പം ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. യഹോശാഫാത്തിനെ ഇവൻ രാജാവാണ് തെറ്റിദ്ധരിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ നിലവിളിച്ചതുകൊണ്ട് ദൈവം അവനെ വിടുവിച്ചു. മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ പണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അയാളെ വെള്ളം കുടിപ്പിച്ചവന്മാരെല്ലാം കൂടി ഈ കോൺഗ്രസ്സിലെ ഇന്നത്തെ സമ്പന്ന നേതാക്കന്മാരും അതിനകത്തുണ്ട്. LDF-കാർ എന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞ് അയാളുടെ നാക്ക് വരണ്ടുപോയി. ഞാൻ തന്നെ കരഞ്ഞു പോയി. അതുപോലിട്ട് വിഷമിപ്പിച്ചു. എങ്കിലും പുള്ളി പറഞ്ഞു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും കേട്ട ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതാണ് പുള്ളി രക്ഷയുണ്ടായത്. ഉമ്മൻചാണ്ടി ദൈവം സഹായിച്ചു. ഇപ്പം എന്തുപറ്റി? അദ്ദേഹത്തിൻ്റെ മകൻ ജൂനിയറായി തന്നെ മന്ത്രിയായി. ഒരു നീതി വേണുള്ളൂ. ഏത് ഭരണകർത്താക്കന്മാരായാലും പാസ്റ്റർമാരായാലും നീതി ഇല്ലാത്തവരെല്ലാം ദൈവം അടിച്ച് തകർക്കും ഒരു സമയം കഴിയുമ്പോൾ. പിന്നെ ഒരു സമയം വരെ വെക്കും, അത് ചില കാര്യം നടത്താൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവം അവനെ സഹായിച്ച ഒരു വിട്ടുമാറി. എന്നിട്ട് അടുത്ത എന്താ വായിക്കാം. മടങ്ങിപ്പോയി. തന്നെയല്ല, ഇനി ഒരുത്തിന് മനസ്സിൽ തോന്നി ഏതായാലും ഒരു അമ്പ് ചുമ്മാ വിട്ടേക്കാന്ന് വിചാരിച്ചു. എവിടെ രാജാവെന്ന് അറിയുന്നത് വേഷം മാറിയിരിക്കുകയല്ലേ. എന്നിട്ടും അതിലൊരുത്തൻ ചുമ്മാ ഒരു വില്ല് കുറച്ചൊരു അമ്പം കേട്ട് അയച്ചു കൊടുത്തു. വായിക്കാം. എന്നാൽ ഒരുത്തൻ യാദൃച്ഛികമായി
വില്ലുകുലച്ച് ഇസ്രായേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എഴുതി. യാദൃശ്യം അറിയത്തില്ല, അവൻ രാജാവാണെന്ന് അറിയത്തില്ല, വേഷം മാറിക്കുകയല്ലേ. എങ്കിലും ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു. ഇവനാണ് ആ രാജാവെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ചു. ഒരൊറ്റ എഴുത്ത് വായിക്കാം. അവൻ തന്റെ സാരഥിയോട് നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാം, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നത് കൊണ്ട് ഇസ്രായേൽ രാജാവ് സന്ധ്യ വരെ അരാമ്യർക്കെതിരെ രഥത്തിൽ നിന്നു. അടികൊണ്ട് അമ്പയത്ത് കൊണ്ട് തളർന്നുപോയെങ്കിലും യുദ്ധം നടക്കാതെ രാജാവിന് പോകാനൊക്കത്തില്ല. യവനെ ഈ മുറിവേറ്റവനെ രക്തമൊഴിക്കുന്നതിനായിപ്പോൾ പടയാളികളെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്കി. അങ്ങനെ വേദന അനുഭവിച്ച് യുദ്ധം തീരുന്നോളം വരെ ആ വേദന അനുഭവിച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു വായിക്കാം. മരിച്ചുപോയി. ഇതാണ് ദുഷ്ടന്മാർക്ക് വരുന്ന, ദുഷ്ടന്മാരും അനീതി കാണിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാർക്കും, എൻ്റെ ഭാഷ ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് ഞാൻ ഉൾപ്പെടെ യവന്മാരെല്ലാം സൂക്ഷിച്ചോണം. മര്യാദയ്ക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ പാസ്റ്ററല്ല, രാജാവല്ല, കാരണഭൂതനോ മറ്റേ ഭൂതനോ ആരായിരുന്നാലും ശരി, ഇത് തന്നെ അതിൻ്റെ അവസാനം. അപ്പം മനസ്സിലായോ? അപ്പോൾ സാമ്രാജ്യത്തിന്മേൽ ദൈവം വാഴുന്നു, രാജ്യത്തിന്മേൽ ദൈവം വാഴുന്നു. ഈ ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കാമെങ്കിൽ ആ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 128 സങ്കീർത്തനം ഒന്ന് വായിച്ചേ. എത്ര മനോഹരമായൊരു സങ്കീർത്തനമാണ് 128. കല്യാണത്തിലൊക്കെ വായിക്കുമല്ലോ. യഹോവയെ ഭയപ്പെട്ട് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇനി തമിഴ് വായിരും, ഓരോ വാക്യം മലയാളം തമിഴ് ഇവിടെ വായിരും. ഭാഗ്യവാൻ. അടുത്ത വാക്യം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, വല്ലവർക്കും തിന്നത്തില്ല. ഇപ്പം നോക്കി, കഴിഞ്ഞ 5 വർഷക്കാലം VT സതീശൻ വിശ്വസ്തയോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ പൂർത്തീകരിച്ചപ്പോൾ അത് അടിച്ചു മാറ്റാൻ വേറെ അവിടുന്ന് ഇവിടുന്ന് ആൾക്കാർ വന്നു. ദൈവം സമ്മതിച്ചോ? ഇല്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അത് നീ ഉണ്ടാക്കുന്ന കുടുംബമായാലും ശരി, വീടായാലും ശരി, സമ്പത്തായാലും ശരി. അടുത്ത നീ ഭാഗ്യവാൻ. യഹോവയെ അന്വേഷിച്ച് അവനെ ഭയപ്പെട്ട് നടക്കുന്ന ഭാഗ്യവാൻ, അവന് നന്മ വരും. പിന്നെ മുന്തിരിവള്ളി പോലെയാകും, അല്ലെങ്കിൽ മുള്ളുവേലി പോലെയാകും കേട്ടോ. നിന്റെ ഭാര്യ ഇപ്പം മുള്ളുവേലിയാണോ മുന്തിരിവള്ളിയാണോ? സഹോദരന്മാരോട് ചോദിച്ചാൽ അങ്ങനെ പറയും. അല്ല, എപ്പോഴും മാന്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു സ്വത്തതയും കൊടുക്കത്തില്ല. ഇവിടെ ഞങ്ങളോടൊക്കെ ചിലപ്പോൾ ചിലർ വരും. ചിലത് മുന്തിരിവള്ളിയാകും, ചിലത് അത്തിവള്ളിയാകും, ചിലത് മുള്ളുവേലി തന്നെയായി, ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. പിന്നെ ഞങ്ങളൊക്കെ ആശ്വസിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ദൈവം ഇതിനെ കല്യാണം കഴിച്ച് വിട്ടിരുന്നെങ്കിൽ വല്ലവനും കുരിശത്ത് വേണ്ടി അപ്പോൾ ഒന്നിച്ച് നമ്മൾ അനുഭവിച്ച് പോകാമല്ലോ, കുഴപ്പമില്ലെന്ന്. അവരും അങ്ങനെ വിചാരിക്കുന്നു. ഞങ്ങളെപ്പോലെ ചില പുള്ളികൾ വന്നാൽ ഈ സൗകര്യമാർക്ക് സ്വസ്ഥതയില്ല. രണ്ടുമുണ്ട്. കാരണം ഇതിനെല്ലാം തമ്പുരാൻ വിളിക്കുകയല്ലേ, സകല കച്ചടയും പിടിച്ചല്ലേ ഇതിനകത്ത് കയറ്റുന്നത്. ദൈവരാജ്യം സകല മീനും പിടിച്ചതാണ്. ഇവനൊക്കെ നന്നാകുന്ന സ്വർഗത്തിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ സകല അലവരാദികളെയും തല്ലിപ്പുളയും പിടിച്ചോണേ വെള്ളം ഇട്ട് കഴിയുമ്പോൾ ഇവനൊക്കെ പലർക്കും അങ്ങോട്ട് സ്പിരിറ്റ് മാറുക. ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണ വിശുദ്ധരായെന്നുള്ള ചിന്തയാണ് നമ്മുടെ ചില പുള്ളികൾക്ക്. നടുവഴിയിൽ അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭയപ്പെട്ട് ജീവിച്ചോണം. അടുത്തത് നിന്റെ മക്കൾ, അങ്ങനെ ദൈവഭയത്തോട് വരുന്ന മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും. അതിൻ്റെ മേശ എന്താ? നിൻ്റെ ജീവിതം, ശുശ്രൂഷ എല്ലാം വരുന്നുണ്ട്. ഒലിവ് തൈകൾ പോലെ. അതിൻ്റെ അർത്ഥം മൃദുവായിരിക്കും, സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നിന്റെ കഴുത്തിന് പിടിക്കുന്നവരായിത്തീരുന്നു. അടുത്തത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഇത് കല്യാണത്തിന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ഈ ദിനദീപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനദീപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു.
ശത്രു ചെയ്ത